സ്നേഹമുള്ളവരെ, ഒരു സന്ധ്യയിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആത്മീയ വിഷയങ്ങൾ പങ്കുവച്ച് കടന്നു പോകുന്ന സന്ധ്യകൾ. ഇന്ന് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ചിന്തകളെ കൊണ്ടുപോകുന്നു. മനുഷ്യരെല്ലാവർക്കും പിരിമുറുക്കത്തിൻ്റെ കാലമാണ്. ചില മുഖങ്ങൾ നോക്കിയാൽ തന്നെ അകത്തെ ടെൻഷൻ മുഖത്ത് വായിക്കാൻ പറ്റും. പേന കൊണ്ട് എഴുതുമ്പോൾ അക്ഷരം കടലാസിൽ വായിക്കാം. മനസ്സിലെ അക്ഷരം മുഖത്ത് നമുക്ക് വായിക്കാൻ പറ്റും. മനസ്സിലെ അക്ഷരം. ഉള്ളിൽ കോപമാണെങ്കിൽ മുഖം ഇരുണ്ടിരിക്കും. ഉള്ളിൽ ടെൻഷനാണെങ്കിൽ മുഖം വീർത്തിരിക്കും. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ മുഖം പ്രകാശിച്ചിരിക്കും. ഉള്ള് എങ്ങനെയാണെന്ന് മുഖം കാണിക്കുന്നുണ്ട്. ചില ഭാര്യാഭർത്താക്കന്മാർ നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഏതോ മോർച്ചറിയിൽ നിന്നും ശവം നടക്കാൻ പോണതല്ലേ. ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല. ആൻറ്റിയെ, അങ്കിൾ എവിടെ പോയതാ? ആ, എപ്പം വരുമെന്നറിയാവോ? ഓ. ഇപ്പം നമ്മളെല്ലാവർക്കും ടെൻഷനാണ്. ചിരിക്കാനും ഗുളിക, കരയാനും ഗുളിക, ഉറങ്ങാനും ഗുളിക. ഗുളിക മനുഷ്യനായി മനുഷ്യൻ മാറുമ്പോൾ അല്പം ഒന്ന് ചിരിക്കുന്നതും അല്പം ഒന്ന് സന്തോഷിക്കുന്നതും സരളമധുരമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നമുക്കെപ്പോഴും ടെൻഷനാണ്, ഭയങ്കരമായ ടെൻഷൻ. ഇതിൽ നിന്നൊരു അയവ് നമുക്ക് ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ആദ്യകാല പ്രബോധനത്തിൽ പറഞ്ഞു, മനുഷ്യൻ മൃഗാവസ്ഥയിൽ നിന്നും മനുഷ്യാവസ്ഥയിലേക്ക് വളരണമെങ്കിൽ 9 കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സയൻസ്, രാഷ്ട്രീയം, ചരിത്രം, വൃത്തി, കുടുംബം, ഇങ്ങനെ പലതും. അതുകൊണ്ടാണ് നമ്മുടെ സംഗമങ്ങളിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, സെമിനാറുകൾ നമ്മൾ വെക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 2 ആൽബങ്ങളാണ് നമ്മുടെ ജീവിതം. എല്ലാ വീട്ടിലും ഉണ്ട് 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, മറ്റൊന്ന് സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബമാണ് വീടിൻ്റെ ബ്ലെസ്സിങ്, കുട്ടിയുടെ കല്യാണം, ഡിഗ്രി കിട്ടി, അവാർഡ് കിട്ടി, അതിൻ്റെയൊക്കെ ഫോട്ടോ ഉള്ള ആൽബം സന്തോഷത്തിൻ്റെ ആൽബം. ദുഃഖത്തിൻ്റെ ആൽബം മുത്തച്ഛൻ്റെ ശവദാഹം, മുത്തശ്ശിയുടെ ശവദാഹം, വണ്ടി അപകടത്തിൽ കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രി കാഷ്വാലിറ്റി കിടന്നും എടുത്ത ഫോട്ടോ ദുഃഖത്തിൻ്റെ ആൽബം. മനുഷ്യൻ്റെ രീതി ഈ ദുഃഖത്തിൻ്റെ ആൽബം നോക്കി കരയാനാണ്, സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കാറേ ഇല്ല. 10 കിൻഡിൽ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തടിനെക്കുറിച്ച് കരയുന്ന മനുഷ്യരുണ്ട്. അതാണ് ജീവിതം. എൻ്റെ അടുക്കൽ 55 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി 10 പഠിക്കുന്ന മോനെ കൊണ്ട് വന്നു. ഈ സ്ത്രീയാണെങ്കിൽ കരുക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഒരു സ്ത്രീ. ഈ അമ്മ പറഞ്ഞു, അച്ഛാ, ഇവൻ്റെ മൊബൈൽ ഫോണിനോട് ഭയങ്കര ആർത്തിയാണ്. അച്ഛൻ ഇവൻ്റെ തലയെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, ഇവനല്പം ഉപദേശവും കൊടുക്കണം. അരമണിക്കൂർ ഉപദേശം കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഇവർ പോകുമ്പം ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാച്ചാ, കറുപ്പ് മോശം നിറവാണോ? ഞാൻ പറഞ്ഞു, കറുപ്പിന് അഴകല്ലേ. കോഫി അല്ലൻ കരമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കരമ്പനല്ലേ? അതെ. എൻ്റെ അച്ചുവും അവരുടെയൊക്കെ കറുപ്പൊരു മഹാഭാഗ്യം. പക്ഷെ എൻ്റെ കറുപ്പ് എനിക്കൊരു ശാപം. അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക, പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികൾ വിളിച്ചു കരിങ്കാക്ക, കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വിളി കേട്ടു മടുത്തു. ഞാൻ പറയടാ, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ 10 തോറ്റു പോകും, ഒരു കാലത്തും കെട്ടിപ്പിടിക്കുകയല്ല. അമ്മ വെച്ചാൽ ഇനി മേൽ അമ്മയെ കാക്കയെന്ന് വിളിക്കുകയല്ല. അമ്മയും മോനും പോയി. 5-6 മാസത്തേക്ക് പിന്നെ വന്നില്ല. 6 മാസം കഴിഞ്ഞു മധ്യവേനൽ അവധിയിൽ ഈ അമ്മ ഈ മോനെയും കൂട്ടി വന്നു. മുഖം മൂർവാദിയും വീർത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം എന്നാണ്ട് വിശേഷം? ഓ, ഒരു ഇതുമില്ല, ഒരേതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, എൻ്റെ കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? എന്നാ പറയാനാ വെച്ചാൽ ഞാൻ ചോദിച്ചു,
കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക. ഞാൻ ചോദിച്ചു, എടാ നീ പിന്നെ നിൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? വിളിക്കുകയെന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ, പിന്നെ അമ്മയുടെ സങ്കടം എന്താ? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. എമ്മേ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ എന്നാ ഈ സങ്കടം? ഇപ്പം ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട, ഇവനെപ്പോഴല്ല എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോഴൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. ജീവിതം ഇങ്ങനെ എല്ലാം നന്നായിട്ട് കെട്ടിയവൻ എവിടുന്ന് വരുന്നത് ഇങ്ങനെ കാണിക്കും, വാടരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കും, തളരരുത്. മക്കൾ ഇങ്ങനെ കാണിക്കും, അങ്ങനെ വാടരുത്. ജീവിതം ഒന്നേ ഉള്ളൂ. ഒരുപാട് കാര്യത്തെ ചുമ്മാ ഈസിയായിട്ട് എടുക്കാൻ പഠിക്കണം. ഓരോന്നിനും ഉത്തരം കൊടുക്കാൻ പോയാൽ നഷ്ടപ്പെടുന്നത് നമുക്കാണ്. ഈ ആവശ്യമില്ലാത്ത രോഗമൊക്കെ ദേഹത്ത് വരുത്തി വെക്കും. അകാലത്ത് തന്നെ ഡോക്ടർമാർ കയ്യെ പിടിച്ച് ചോദിക്കും, ചേട്ടാ ചേച്ചി പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ? അപ്പം നമുക്കത് അയയണം. അയയാൻ ജീവിതത്തിൽ സാധിക്കണം. അത് കുടുംബത്തിൽ തന്നെ ഈ അയവ് ആരംഭിക്കണം. നമ്മളെല്ലാവരും വരുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബം സന്തോഷമാണോ? ജീവിതം സരളമധുരമാണ്. കുടുംബം സന്തോഷമല്ലേ ജീവിതം വീർപ്പുമുട്ടിൽ പിരിയപ്പെട്ടുന്ന ഒരു പോൻ കയറ് പോലെയാകും. നമ്മുടെ ആനന്ദം കുടുംബത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. സന്തോഷം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരണം. അത് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നടപ്പുകളിൽ, നമ്മുടെ എടുപ്പുകളിൽ, ബന്ധങ്ങളിലൊക്കെ അത് ശരിക്കും പ്രകടമാവുകയും ചെയ്യണം. ഇപ്പം നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് ഈ സന്ധിയിൽ ചിന്തിച്ചാൽ മതി. 10 കൂട്ടം കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. 10 കൂട്ടം കുടുംബങ്ങൾ. 8 എണ്ണം ജീവിതത്തെ മുറുക്കി നശിപ്പിക്കുന്ന കുടുംബങ്ങൾ, 2 എണ്ണം ആനന്ദിപ്പിക്കുന്ന കുടുംബങ്ങളാണ്. ഈ തെറ്റായ 8-ൽ പെടുമോ ശരിയായ 2-ൽ പെടുമോ നമ്മുടെ കുടുംബമെന്ന് ഈ രാത്രിയിൽ ഒന്ന് ചിരിച്ച് ചിന്തിച്ച് അങ്ങ് കടന്നു പോകാം നമുക്ക്. തെറ്റായ കുടുംബങ്ങൾ: 1, വീട് ഒരു മദ്യഷാപ്പ്. ചില വീടുകൾ മദ്യഷാപ്പുകളായിട്ടുണ്ട്. ആനന്ദം കിട്ടുന്നത് കള്ളു കുടിക്കുമ്പോഴാണ്. ചില ഷാപ്പിൻ്റെ പേര് തന്നെ ആനന്ദഭവനം നോക്കി ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം ഒരാനന്ദം അവിടെ ഈശ്വരൻ തരുന്ന ആനന്ദം, മതം തരുന്ന ആനന്ദം, ഗുരുദേവൻ പഠിപ്പിച്ച ആനന്ദത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആനന്ദങ്ങൾ സെയിൽ ചെയ്തു പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്. അവർ ക്രിസ്ത്യാനിയാണോ, ക്രിസ്മസിന് കുടിക്കും. എന്തേ? ഈശ്വരൻ മനുഷ്യനായതിൻ്റെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച മരിച്ചതിൻ്റെ മനപ്രയാസം. വിഷു, ഉത്സവം, എന്തിനു വേദനം. ഒന്നുമല്ലാത്തൊരു ദിവസം ഒരു മനുഷ്യൻ കുടിച്ചു പോകുന്നു. ഇപ്പം കുടിച്ചു കഴിയുമ്പോൾ ഒരു ആനന്ദമുണ്ടല്ലോ, ഇപ്പം കുടിച്ചിട്ട് പോകുന്നു. എന്നാ ചേട്ടാ ഇന്ന് കുടിച്ചത്? ചേട്ടാ മറുപടി, എൻ്റെ കൊച്ച് മുലകുടി നിർത്തിയ എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കുപ്പുകൂടി ആരംഭിച്ചതാണ്. ന്യായീകരണമുണ്ട്. 2 വർഷം മുമ്പ് ഓണക്കാലത്ത് ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് നടക്കുക. അപ്പം ഞാൻ 6 കൂട്ടം കള്ളച്ചാരായങ്ങൾ കണ്ടു. അതിൻ്റെ ഒത്തിരി എണ്ണം കണ്ടു. 6 എണ്ണത്തിൻ്റെ പേര് വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. 1 ഓടെ മറിയം, 2 മണവാട്ടി, 3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേ കയറി, 5 പോസ്റ്റ്മാൻ, 6 യേശു ക്രിസ്തു. 6 പേരിലുള്ള കള്ളച്ചാരായങ്ങൾ കണ്ടു. ഓടെ മറിയം എന്ന കള്ളച്ചാരായം ഞാൻ കണ്ടത് കോട്ടയത്താണ്. അതിൻ്റെ 2 കവള് കുടിച്ചാൽ മതി. കുടിച്ചയാൾ ആ സെക്കൻഡിൽ തന്നെ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും. അത് ഓടെ മറിയം. മണവാട്ടി കുടിച്ചാൽ പിന്നെ മുടിഞ്ഞ നാണം തിരുമിക്കൊണ്ടിരിക്കും, വെല്ലേന്ന് വിടുകയല്ല. പുല്ലുപെറുക്കി കുടിക്കുന്നവൻ മുറ്റത്ത് കുത്തിന്ന് വെട്ടം വീഴുന്നവരെ എല്ലാ പുല്ലും പറിച്ചുകൊണ്ടിരിക്കും, വെട്ടമെല്ലാം എഴുന്നേറ്റ് പോവുകയല്ല. പോസ്റ്റേ കയറി കുടിക്കുന്നവൻ 2 പെക്കടിച്ചോ ചാമ്പ, പേര, കപ്പളം, കമുക, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക, ഇറങ്ങുക കയറുക. പോസ്റ്റ്മാൻ കുടിക്കുന്നവൻ ഭൂമിയിലുള്ള എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം വീട് മാത്രം എവിടെയെന്ന് ഒരു പിടിയുമില്ല. പാലായിൽ ഒരു ചാണ്ടിച്ചേട്ടൻ ഷാപ്പിൽ കുടിക്കാൻ പോയി. അങ്ങേയറ്റം ഭൂസായപ്പം ചാണ്ടിച്ചേട്ടന് വീട് എവിടെയെന്ന് ഒരു പിടിയുമില്ല. 5-6 സഹകുടിയന്മാർ ഒരുമിച്ച് കൂടി കയ്യെ പിടിച്ചു. ഒരുമിച്ച് ആടി ആടി വീടിൻ്റെ വാതുക്ക വന്നപ്പോൾ ഇതിലൊരുത്തൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയെ കൊണ്ട് വന്നതാ. കുടിക്കുന്ന കെട്ടിയവൻ്റെ കൂട്ടുകാരുടെ ഭാര്യയ്ക്ക് അരിശവാ. ഭാര്യ പറഞ്ഞു, അവിടെയെങ്ങാനും ചാണ്ടിയേച്ച് പോകോളാൻ പറഞ്ഞു.
ഒരു 5 മിനിറ്റായി അനക്കമില്ല. ഇവൻ പിന്നെയും മണിയടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടിയും കൊണ്ട് വന്നാന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? ഉടനെ ഇവൻ്റെ മറുപടി, പൊന്നു സഹോദരി, പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് പോസ്റ്റ്മാൻ. കറങ്ങും കുടിക്കും പൂസാവും. 6 യേശു ക്രിസ്തു. അത് ഞാൻ പൊന്നുകുന്നത്ത് വെച്ച് കണ്ടതാണ്. ആ ചാരായത്തിൻ്റെ പ്രത്യേകത, കുടിക്കുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പോക്കേ കണ്ണു തുറക്കാൻ പറ്റുള്ളൂ. ഏതെല്ലാം ടൈപ്പ് സാധനങ്ങൾ. ഇപ്പം നമുക്കറിയാം ലഹരി. കുറച്ച് നാൾ മുമ്പ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരം ട്രെയിൻ വരുന്ന സമയം, ട്രെയിൻ വന്നപ്പോൾ കുറേ പേര് ഓടി ചെന്നു ട്രെയിനിൽ കയറാൻ വേണ്ടി. 3 പേര് കുടിയന്മാർ ചെന്നു, അകത്ത് കയറി. 2 കുടിയന്മാർ സീറ്റിലിരുന്നു. 3-ാമത്തവൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി മുമ്പോട്ടെടുത്തു. ഇയാൾ പുറത്തേക്ക് വീണു. ട്രെയിനങ്ങ് പോയി. സ്റ്റേഷൻ മാസ്റ്റർക്ക് സഹതാപം തോന്നി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ദേ, പരസ്യമായിട്ട് കുടിക്കരുത്, ഭാര്യയും മക്കളുടെ ആളല്ലേ, വില പോയില്ലേ, ഇതൊരു പാഠം. ഇനി മേൽ ഇങ്ങനെ പരസ്യമായിട്ട് കുടിച്ച് യാത്ര ചെയ്യല്, അടുത്ത ട്രെയിനെ കയറ്റി വിടാം, വേറെ ടിക്കറ്റ് എടുക്കണ്ട, ഞാൻ സഹായിക്കാം. ഇയാൾ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതല്ല പ്രശ്നം, ഇനി എന്നാ എടുക്കുമെന്നുള്ളതാണ്. എന്നാ പറ്റി? എൻ്റെ പൊന്ന് സാറേ, അവന്മാരെന്നെ ട്രെയിൻ കയറ്റി വിടാൻ വന്നതായിരുന്നു, അവർ മംഗലാപുരത്തിനും പോയി, ഞാൻ കോട്ടയത്തും കിടപ്പുണ്ട്. വീട് ഒരു മദ്യഷാപ്പ്, വീട് ഒരു കള്ള് ഷാപ്പ്. ഇപ്പം ലഹരി വിളമ്പുന്ന വീടാണോ? ഈശ്വരാനുഗ്രഹം കുറയുന്ന കുടുംബം. 2, വീട് ഒരു കശാപ്പ് കട. ചില കുടുംബങ്ങൾ അബോർഷൻ നടത്തുന്ന, ഭ്രൂണഹത്യ നടത്തുന്ന കുടുംബങ്ങൾ. ഈശ്വരനാണ് ജീവൻ്റെ നാമ്പ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നട്ടത്. ആ ഈശ്വരന് മാത്രമേ ജീവനെടുക്കാൻ അവകാശമുള്ളൂ. മാനുഷികമായി അങ്ങനെയുള്ള ജീവൻ്റെ നാമ്പിനെ എടുത്തോ ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ ഓർക്കാപ്പുറത്ത് കടന്നു വരും. അങ്ങനെയുള്ള തിന്മ വന്നെങ്കിൽ സ്വന്തം പണം മുടക്കി ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയോ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ചോ പണം മുടക്കി പരിഹാരം ഒതുക്കത്തി ചെയ്യണം. നമ്മൾ പറയുന്നുണ്ട്, കൊറോണ വൈറസ് മൂലം 79 ലക്ഷം പേർ ഈ ലോകത്തിൽ ഡയറക്റ്റ് വൈറസിൽ മരിച്ചു. പക്ഷേ ആ 2 വർഷം ഈ ഭൂമിയിൽ 1,09,00,000 കുഞ്ഞുങ്ങൾ പിറന്നു. ആ 2 വർഷക്കാലങ്ങളിൽ അബോർഷനില്ല, ക്ലിനിക്കുകൾ തുറന്നില്ല. ഒരുപക്ഷെ ട്രംപിനെ ഈശ്വരൻ വീണ്ടും കൊണ്ടുവന്നത് ആ മനുഷ്യൻ ഭ്രൂണഹത്യയ്ക്ക് എതിരാണ്. മറ്റു പലരും, കമലഹാസനൊക്കെ പാർട്ടി മുഴുവൻ ഭ്രൂണഹത്യ പ്രവർത്തിക്കുന്നവരാ. ജനം അദ്ദേഹത്തെ സ്നേഹിക്കാനും വോട്ട് കൊടുക്കാനും കാരണം ഒന്നിതാണ്, അബോർഷൻ ക്ലിനിക്കുകൾ അദ്ദേഹം പൂട്ടി, അതിനുള്ള ഫൈനാൻഷ്യൽ എയ്ഡ് അദ്ദേഹം നിർത്തി. അതാണ് ട്രംപിൻ്റെ ഒരു മുഖം എന്നൊക്കെ പറയുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വീട് ഒരു കശാപ്പ് കടയാണോ? അനുഗ്രഹമില്ലാത്ത കുടുംബം. 3, 1 ഒരു മദ്യഷാപ്പ്, 2 തെറ്റായ കുടുംബം കശാപ്പ് കട, 3 ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാണ്. എപ്പോഴും ആസ്വദിക്കുന്ന സീരിയൽ കണ്ട് സന്തോഷിക്കുക, സിനിമ കണ്ട് സന്തോഷിക്കുക. സന്തോഷം ആവശ്യമാണ്, പക്ഷേ അതിന് അഡിക്ഷൻ ഒരിക്കലും ആകരുത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രി ഒന്ന് ഫോൺ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ കഴിഞ്ഞ് വിളിക്കാവോ? ഞാനോർത്തു തമ്മിൽ കാണുക. പിന്നെ ഞാൻ പിടികിട്ടത് അന്നത്തെ ഒരു സീരിയലായിരുന്നു പരസ്പരം. ഇതും കണ്ടിരിക്കുക. ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ ടർക്കിറ്റവലി കയറ്റി വിടുന്ന സോപ്പ് പതച്ച് വേഗം നനച്ച് വന്നിരിക്കും. അതെന്താ? പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 6 മണിക്ക് കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് ധരിച്ച് കാച്ചിക്കാ പുഴിയതുപോലെ മുടി പൊക്കി കെട്ടി ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, ആപ്പ്, പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കിറ്റവർ വിട്ട് ഒറ്റ ഇരിപ്പ. കാരണം 7 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകൾ. ഞാനിപ്പം താമസിക്കുന്നത് മുൻ രാഷ്ട്രപതിയുടെ വീട് തൊട്ടടുത്ത KR നാരായണൻ ഉഴവു. കുറച്ച് നാൾ മുമ്പ് ഒരു 70 വയസ്സുള്ള അമ്മച്ചി അയൽപക്കത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ജിലേബിയും ലഡുവും വിതരണം ചെയ്യുന്നു. 50ഓളം കുഞ്ഞുങ്ങൾക്ക്. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹവാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണോ? അല്ല.
പിന്നെ ഈ ലഡു ജിലേബി പാൻറ്റിയുടെ മറുപടി, കഴിഞ്ഞ 1 വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ലഡു ജിലേബി ആൻറ്റിയുടെ കൊടുക്കുക. ഇപ്പം ചില കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങൾ, ചില വീടുകൾ സിനിമാ തിയേറ്ററുകൾ. 4 ഒരു കൂട്ടം കുടുംബങ്ങളുണ്ട്, അത് ബ്യൂട്ടി പാർലറാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ, ആവശ്യമില്ലാത്ത ചെരുപ്പ്, ആവശ്യമില്ലാത്ത വസ്ത്രം, ആവശ്യമില്ലാത്ത ആഭരണം, ആവശ്യമില്ലാത്ത മുഴുവിൽ പണിതുകൂടുന്ന ചില വീടുകൾ, എത്രയോ വലിയ വലിയ കെട്ടിടങ്ങൾ, ഒരു ബ്യൂട്ടി പാർലർ. നിങ്ങൾ കാരണവന്മാർ പൈസയ്ക്ക് വിലയില്ലാതെ ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പാഠം എന്താ? പണത്തിന് വിലയില്ല, ദൂർത്തടിക്കാം, പണം ചുമ്മാ ദൂർത്തടിക്കാം, അത് ഈടില്ല, വിലയില്ല. ആ രീതിയിലുള്ള ഒരു ടീച്ചിങ്ങാണ് മക്കളിലേക്ക് പോവുക. ചില വീടും മറ്റുമൊക്കെ എന്ത് മുഴുത്ത വീടുകളാണ് ചില ആൾക്കാർ പണിയുക. എത്ര വലിപ്പമുള്ള വീടുകളാണ്, ആവശ്യമില്ലാത്ത വീടുകൾ. ചില ആണുങ്ങളെ കാണാം, വയസ്സ് 80 കഴിഞ്ഞാലും തലയിൽ ഒരു മുടി പോലും നരയ്ക്കുകയല്ല. കരിക്കലം കമത്തിയതുപോലെ തലയിലെ മുടി ഒരു 10-65 വയസ്സ് വരെ ഓർക്കാം. 80 കഴിഞ്ഞാലും മുകളിൽ കറുപ്പ്, കീഴേ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഒരു മനുഷ്യനെ അയൽവക്കത്തെ ആൾ ഫോൺ വിളിച്ചു. അപ്പം ചോദിച്ചു, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടിയാണ് ഫോൺ എടുത്തത്. ഇയാൾ ചോദിച്ചു, വേർ ഈസ് യുവർ പപ്പ? അവൻ പറഞ്ഞു, മൈ പപ്പ ഈസ് ഡൈയിങ്. ഇയാൾ ആംബുലൻസ് തിരിച്ച് വന്നു, മരിക്കാൻ പോകുന്നവർക്ക്. ചില പെണ്ണുങ്ങളെ കാണാം, വയസ്സ് 70 കഴിഞ്ഞാലും മേക്കപ്പൊക്കെ നടത്തി ഈ ചുളിവൊക്കെ മൂടി. ചില ആൻറ്റിമാർ നടക്കുന്ന കണ്ടാൽ തോന്നും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പുടിയാടാൻ പോകണവർ ഒരു പ്രത്യേക മേക്കപ്പായിട്ട് നടക്കുന്നവരെ കാണാം. ചില യുവതികളുണ്ട്, വയസ്സ് 20, കണ്ടാൽ നല്ല ഭംഗി, മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നടന്നാൽ ആരും ഒന്നുകൂടെ നോക്കും. പക്ഷേ ചില പെണ്ണുങ്ങൾ ഇറിയ ഡ്രസ്സും ധരിച്ച്, ഇല്ലിക്കുറ്റി പൂട്ടൂട്ട് പോലെ ഷൂസും ധരിച്ച്, കുതിരവാല് പോലെ മുടിയിട്ട്, തല മുന്നോട്ടുന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ തോന്നും ഏതോ എരുമക്കടാവ് മലയാറ്റിൽ നിന്നും കാലടിക്ക് പിണ്ണാക്കും വെള്ളം കുടിക്കാൻ പോകണ പോകുന്നവരെ കാണാം. അപ്പോൾ ചില കുടുംബങ്ങളുണ്ട്. അപ്പം ഈ ദൂരത്തിൻ്റെ പാഠം പഠിക്കുന്ന കുടുംബങ്ങളുണ്ട്. 1 വീട് മദ്യഷാപ്പ്, 2 കശാപ്പ് കട, 3 സിനിമാ തിയേറ്റർ, 4 ബ്യൂട്ടി പാർലർ. 5 ചില കുടുംബങ്ങൾ ചുടലക്കളങ്ങളാണ്. ചുടലക്കളങ്ങൾ അല്ലെങ്കിൽ സിമിത്തേരികൾ, ശ്മശാനങ്ങൾ. എങ്ങനെയുള്ള കുടുംബമാണ്? വർത്തമാനം പറച്ചിലില്ല, നിത്യമൗനം, കുത്തിയിരിപ്പ്. ജനശ്രീ, കുടുംബശ്രീ, ക്ഷേത്രം, പള്ളി, രാഷ്ട്രീയം, പൊതുകാര്യം, ഇഷ്ടം പോലെ വർത്തമാനം പറയും. പക്ഷേ ഭാര്യയെ കണ്ടാൽ നിത്യമൗനം, കുത്തിയിരിപ്പ്. കെട്ടിയവനെ കണ്ടാൽ നിത്യമൗനം, കുത്തിയിരിപ്പ്. ഞാൻ അച്ഛനാണ്, കോടതിയിൽ പോകുന്ന വക്കീലുമാണ്, കുടുംബ കോടതി കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പല കോടതിയിലെയും പ്രശ്നം വർത്തമാനം പറച്ചിലില്ല, മിണ്ടുകയല്ല. അതുകൊണ്ട് ചില ജഡ്ജിമാർ കോടതിക്ക് പുറത്ത് കേസ് തീർക്കാൻ വേണ്ടി ആശ്രമത്തിൽ പറഞ്ഞു വിടും. ഞാൻ പറയും, അടുത്ത 30 ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുട്ടി ഒരുമി അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ പ്രശ്നം തീരും. പല പ്രശ്നവും അങ്ങനെ തീരാറുമുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചോ 15 മിനിറ്റ് വേണ്ടി മനുഷ്യൻ 5 മിനിറ്റ് ഒന്നും മിണ്ടിയാൽ മതിയായിരുന്നു. ഇത് ഞാൻ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. എന്താ 3 അടി? സന്ധ്യാകുമ്പോൾ 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നു. അതെന്നെ അടിയെന്ന് ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പുതപ്പിന് കീഴെ മുട്ടി ഒരുമി കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാമെന്ന് ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാണ് ഇന്ന്? ഇതെന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ചിന്നീനോട് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിനൊരുക്കിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പൊതുജീവിതം ആരംഭിച്ചല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ട് ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഓർത്തില്ല. ഇപ്പം വീട് ഒരു സിമിത്തേരിയാണ്, സംസാരമില്ലാത്ത ഒരു സിമിത്തേരി. വിശ്വവിസ്മയമാ ആഗ്രയിലെ താജ്മഹൽ. താജ്മഹൽ എന്ന വിശ്വവിസ്മയത്തെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർ തുള്ളി, അതാണ് താജ്മഹൽ. കാരണം
താജ്മഹൽ ഒന്നാം തരം കെട്ടിടമാണെങ്കിൽ അകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ, ഷാജഹാനും മുംതാസും. ഒരുപക്ഷെ നമ്മുടെ മലയാറ്റൂരിലെ വീട് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വീട് ഉഗ്രം കെട്ടിടം, പക്ഷെ അകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ. ഭാര്യയോട് മിണ്ടാൻ സമയമില്ലാത്ത കെട്ടിയവനോട് മിണ്ടാൻ സമയമില്ലാത്ത ഭാര്യ, മക്കളെ കൊഞ്ചിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ, പ്രായമായ അപ്പനമ്മമാരെ കാണാൻ സമയമില്ലാത്ത മക്കൾ. അങ്ങനെയുള്ള വീടാണോ? ആ വീടിനെ വിളിക്കും വീട് ഒരു സിമിത്തേരി. ആ വീട്ടിലെന്നും ഒരു ചുടലക്കള്ളത്തിൻ്റെ ശ്മശാന മൂകത തളം കെട്ടി കിടക്കും. അപ്പം വീട് ഒരു മദ്യഷാപ്പ്, കശാപ്പ് കട, സിനിമാ തിയേറ്റർ, ബ്യൂട്ടി പാർലർ. 5 ഒരു ചുടലക്കളം, ഒരു സിമിത്തേരി. 6 ചില വീടുകൾ നരകങ്ങളാണ്. നരകം എങ്ങനെയുള്ള വീടാ? ക്ഷിപ്ര കോപമാണ് കെട്ടിയവൻ, പെട്ടെന്നങ്ങ് ചൂടാവുക, തെറിക്കുത്തരം മുറിപ്പത്തരെന്ന് പറഞ്ഞ് എടുത്തു ചാടുന്ന ഭാര്യ. 2 പേരും ഭയങ്കര ബഹളം, വഴക്ക്, ചൂട്. അപ്പം അങ്ങനെയുള്ള ചില വീടുകളുണ്ട്. അരിശവും കോപവും അങ്ങേയറ്റം. മക്കൾക്ക് അപ്പനെ പേടി, അമ്മയെ പേടി, എല്ലാവർക്കും ഭയമാണ്. കള്ളു കുടിച്ച് നശിപ്പിക്കുന്ന ഒരപ്പനുള്ള വീട് അത് നരകമാണ്. ഒരു മനുഷ്യൻ കുടിച്ച് 60-ാം വയസ്സിൽ കരടത്തിൽ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തിൽ ഒരു മുറി കിട്ടി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. കേബിൾ ഫോൺ കൊടുത്തു. ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് സംസാരിച്ച് 45 മിനിറ്റായി. സമയം കൂടിപ്പോയി. നരകാധിപതിയിൽ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്പം സമയം കൂടിപ്പോയി, എന്ത് തുകയാണ് പേ ചെയ്യേണ്ടത്? നരകാധിപൻ പറഞ്ഞു ഫ്രീ. അതെന്താ? നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, പൈസയുടെ ആവശ്യമില്ല. ഇവിടുത്തെ നരകവാ, അപ്പുറത്തെ നരകമെന്ന് പറയുക. ഇപ്പം വർത്തമാനമില്ലേ? കോപമുണ്ടോ? ആ വീടൊക്കെ നരകവാ. ചില കുടുംബത്തിലുണ്ട് ചില കെട്ടിയവന്മാർ, ഭാര്യ പിണങ്ങിയിരുന്നാലും അതുപോലും അറിയത്തില്ലാത്ത ചില കെട്ടിയവൻ. ഭാര്യ 1 മാസം പിണങ്ങിയിരുന്നു, 1 മാസം കഴിഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല. അവിടെ ചോദിച്ചു, പൊന്നു മനുഷ്യ, 1 മാസം പിണങ്ങി ഇരുന്നിട്ടും തനിക്കൊന്നും പറയാനില്ല. നീ പിണങ്ങിയിരിക്കായിരുന്നു എടി, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു കെട്ടിയവൾ പിണങ്ങി കുറേ നാളിരുന്നു. കെട്ടിയവന് ഒരനക്കവും ഇല്ല. അവൾ മുല്ലപ്പൂ മാല ചൂടി, തിളങ്ങുന്ന ബ്ലൗസിട്ട്, മിനുങ്ങുന്ന സാരി ഉടുത്ത് അവന് മുമ്പിലൂടെ തെന്നി അങ്ങ് നടന്നു. അവൻ കുനിഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്ര ഇരുന്നിട്ടും ഇവൻ ഒരു അനക്കവും ഇല്ല. ഈ ഭാര്യ ചോദിച്ചു, പൊന്നു മനുഷ്യ, ഞാനിതിൽ ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ? അവൻ പറഞ്ഞു, എന്നാ തോന്നാനാടി, മുള്ളുമുരിക്ക് പൂത്തെന്നും പറഞ്ഞ് ആരിന് പേരിനെ കെട്ടിപ്പിടിക്കുകൂടി കടുപ്പത്തി വർത്താനം പറയുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നരകമാകും. ഒരു കാര്യം ഓർത്തോണം, ശരിക്കും ഷെയറിങ്ങും ചിരിയും കളിയുണ്ടോ വീട് സ്വർഗമാവും, ഇല്ലെങ്കിൽ വീട് നരകമാവും. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കുകൾ പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം 14000 വാക്ക് പറയും. അത് ആണുങ്ങൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ഭർത്താവ് അങ്കമാലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴി വെച്ച് അവൻ്റെ 6500 തീർന്നു പോയി, 500 വാക്കേ സ്റ്റോക്കുള്ളൂ. ആ സ്റ്റോക്കും കൂടെ അവൻ വീട്ടിൽ വരുമ്പോൾ പെരയ്ക്കത്തിരിക്കുന്ന വെമ്പർനോത്തി 14000 രൂപയുടെ ഒറ്റ വരവാണ്. മിണ്ടാതില്ലേടി പറഞ്ഞേക്കില്ല. അങ്ങനെ മിണ്ടാതിരുന്നോ, പിറ്റേ ദിവസം അവൾ 28000 വാക്കുമായിട്ട് വരും. ഓരോ ദിവസവും കുറേ സമയം അടുത്തിരുന്ന് മിണ്ടി തീർക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14000 ആയത്. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ വെടി കിട്ടുന്നുള്ളൂ. അപ്പം ഇല്ലെങ്കിൽ നരകം. ചിരിയും കളിയും ഉണ്ടോ ജീവിതം സ്വർഗമാണ്. അതുകൊണ്ടാണ് ദാമ്പത്യത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് കാച്ചിക്ക. കാച്ചിക്ക എന്നൊരു വാക്ക്. എന്താ കാച്ചിക്ക? കളി, ചിരി, കാര്യം. ഇത് 3ഉം വേണം. കളിയും വേണം, ചിരിയും വേണം, കാര്യവും വേണം. അപ്പം അല്ലെങ്കിൽ വീട് നരകമായിട്ട് മാറാം. അപ്പം ക്ഷിപ്രകോപത്തിൻ്റെ, പൊട്ടിത്തെറിയുടെ, ബഹളത്തിൻ്റെ, എടുത്തുചാട്ടത്തിൻ്റെ വീടാണോ ആ വീടിനെ വിളിക്കും നരകം. 7 ചില കുടുംബങ്ങൾ ഒരു അനാഥശാലയാണ്. അനാഥശാല എന്താ? അനാഥശാല കുഞ്ഞുങ്ങളോട് മിണ്ടാൻ അമ്മയ്ക്കും അപ്പനും സമയമില്ല, ഭാര്യയോട് മിണ്ടാൻ ഭർത്താവിന് സമയമില്ല, ഭർത്താവിനോട് മിണ്ടാൻ
ഭാര്യയ്ക്ക് സമയമില്ല. പ്രായമുള്ള അപ്പനും അമ്മയും പെരക്കകത്ത് കിടപ്പുണ്ട്, കൂടെ ഇരിക്കാൻ സമയമില്ല. മകൻ ഭയങ്കര പൊതുപ്രവർത്തകനാണ്, മകൾ ഭയങ്കര പ്രവർത്തകയാണ്, നാട് നന്നാക്കി നടക്കുക. പക്ഷേ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കാൻ സമയമില്ല. ആ വീട്ടിൽ അപ്പനമ്മ കിടക്കുന്ന വീട്, ആ വീടിനെ വിളിക്കും ഓർഫനേജ്, അനാഥശാല. അനാഥശാലയിൽ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, മരുന്നുണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആരുടെയും സ്വന്തമല്ല, ആരുടെയും സ്വന്തമല്ല. നൊന്ത് പറ്റിയ അമ്മയ്ക്ക് തോന്നും ഈ മക്കൾ എൻ്റെ സ്വന്തമല്ല. പെരുമാറ്റത്തിൽ ഒരു കാര്യം ഓർത്തോണം, പ്രായമായവരെ പ്രത്യേകം പരിഗണിക്കുന്നതാണ് തലമുറകളുടെ ഭാഗ്യമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുകയല്ലെങ്കിൽ ദൂരക്കൂടെ നടക്കുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ, മക്കളും കൊച്ചുമക്കളും അല്പസമയം തൊണ്ട പൊട്ടുന്ന പോലെ അമ്മയോട് വർത്തമാനം പറയണം. ഒന്നുമല്ല, ചുമ്മാ മൂളി കേൾക്കണം. പ്രായമായ അപ്പനമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കളും കൊച്ചുമക്കളും ഒന്ന് മൂളുന്നത്. ചില മക്കളും മറ്റും മൂളുന്ന കേട്ടാൽ പൊമറേനിയം പട്ടി കുറയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 യാ. ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. അമ്മയ്ക്ക് 80 വയസ്സ്. അമ്മ പറഞ്ഞ, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു യാ യാ. 80 അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറുക. അമ്മ പറഞ്ഞു, കാച്ചിയുടെ കുഴമ്പ് ഗുളിക മരുന്ന് മോനെ മാസം 1500 രൂപയാണ്. യാ. അക്കൗണ്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ, പിന്നെയും യാ. അമ്മ പറഞ്ഞു പോട്ടെ. അമ്മയുടെ 2 ഓയിൽ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലിയാണ്, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം, വർത്തമാനം പറയണം, നമ്മൾ കണ്ടെത്തണം. ഒരിക്കലും മാതാപിതാക്കൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മോനും മരുമകൾക്കും അപ്പനും അമ്മയും പരദേശിയാകരുത്. എന്താണ് പരദേശി? ഹൃദയത്തിൽ ഒരു സ്ഥാനമില്ല, മനസ്സിൽ ഒരു സ്ഥാനമില്ല. മോന് പിന്നെ പെമ്പർനോത്തി മാത്രം മതി. ചില പൊട്ടന്മാർ കെട്ടിയാൽ പിന്നെ അങ്ങനെ അവൻ ഭാര്യ കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ലോകത്തൊരു പെണ്ണുങ്ങൾക്കും ഇല്ലാത്ത ഏതാണ്ട് എക്സ്ട്രാ അവയവങ്ങൾ അവൻ്റെ അവക്കേ ഉള്ളൂ, എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കാണും. പിന്നെ അമ്മ വേണ്ട, അപ്പം വേണ്ട. ഒരുത്തൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയും കൊണ്ട് വരിക. വീടിൻ്റെ ഗേറ്റിൽ വന്ന വീഡിയോക്കാരൻ പറഞ്ഞു, ഇന്ന് പെർഫ്യൂമിൻ്റെ മണമുള്ള ദിവസമാണ്, നീ അവളെ ഒന്ന് കോരിയെടുക്കാൻ പറഞ്ഞു. അവൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് അല്പം ഓവർ വെയിറ്റ് ആയിരുന്നു, സിമിൻറ്റിയാഗ് പോലെ. ഇവളെയും ചുവന്നുകൊണ്ട് വേച്ച് പോവുക. ഇവൻ്റെ അമ്മ പരിക്കേത്തിരുന്ന് കണ്ടു ഇവൻ ഭാര്യയും ചുവന്നുകൊണ്ട് വരുന്നത്. അമ്മ പറഞ്ഞു, ദൈവമേ, വിവാഹം വരുന്ന അത്ഭുതം. 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവന് കണ്ടില്ല 67 കിലോ ചുവന്നുകൊണ്ട് വരുന്ന വരവ് വേണ്ടില്ലേ. അപ്പോൾ അവിടെ പിന്നെ അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ഇവളും മാത്രം മതി, അവൻ മാത്രം മതി. അനുഗ്രഹമില്ലാത്ത കുടുംബമാണ്. സരള മധുരമാണ് ജീവിതമെങ്കിൽ കല്യാണം കഴിച്ചാലും അപ്പനെയും അമ്മയും സന്തോഷിപ്പിക്കാൻ പഠിക്കണം, അമ്മായിയച്ഛനെയും അമ്മായിയമ്മയും സന്തോഷിപ്പിക്കാൻ പഠിക്കണം. അതാണ് വിവാഹ ജീവിതം ഒരു കലയാണ് എന്ന് പറയുക. അത് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പരാജയം വരും. ചില കുടുംബങ്ങളിൽ അപ്പനമ്മമാർക്ക് വലിയ നാണക്കേടാണ്. മോനും മോൻ്റെ ഭാര്യയുടെ നോട്ടം കാണുമ്പോൾ തോന്നും ഒന്ന് മരിച്ചാൽ മതി, ചത്ത് കിട്ടിയാൽ മതി, ഒരു ഭാരവാ. മകനും എൻ്റെ ഭാര്യയ്ക്കും നല്ല വരുമാനം. ഇപ്പം എൻ്റെ അമ്മയോട് ചോദിച്ചു, മക്കളെങ്ങനെയാണ്? ആ കുഴപ്പമൊന്നുമില്ല എന്നാലും ചോദിച്ചു, അവരെല്ലാം തരുവച്ചാൽ നോക്കിയും കണ്ട് നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, തരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്, ഒരു കാരണവശാലും നിങ്ങൾ കുടുംബത്തിൽ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാരണവശാലും സ്വന്തം വീടും ചുറ്റുമുള്ള മണ്ണും ഒരു മകനും എഴുതി കൊടുക്കരുത്. അച്ഛൻ്റെ ഇല്ല വക്കീലെന്ന രീതിയിൽ കൂടെ പറയുക. ഈയിടെ അമ്പലപ്പുഴയിൽ ഞാനും കമാൽ ഭാഷയും കൂടി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ കമാൽ ഭാഷ എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗത്തിലൊക്കെ ഈ ചിന്ത പങ്കുവെക്കണം. ഒരു കാരണവശാലും സ്വന്തം കിടക്കുന്ന വീടും ചുറ്റുമുള്ള മണ്ണും മക്കൾക്ക് കൊടുക്കരുത്, വീതമൊക്കെ കൊടുത്തുകൊള്ളുക. ഇങ്ങനെ എഴുതണം, എന്നെയും എൻ്റെ ഭാര്യയെയും മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്നതിനുള്ളതാണ് ഈ വീടും ഈ സ്ഥലവും, അങ്ങനെ എഴുതി വെക്കാവുള്ളൂ. ഇനി കെട്ടിയവൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ, മക്കളിൽ നിന്ന് കുത്തും കോളുമുള്ള വാക്കാ വരുന്നെങ്കിൽ മെഡിക്കൽ തള്ളമാരും ഇല്ലാത്തപ്പം ഒരു നല്ല ഇരുമ്പ് പെട്ടി ട്രങ്ക് മേടിക്കണം, അത് തുറക്കണം, ആരും കാണരുത്. അതിനകത്ത് ചക്കമടൽ, കപ്പമുട്ടി,
ഉണക്ക ചാണകം, കരിങ്കല്ല്, മിറ്റിൽ എല്ലാ സാധനവും വെട്ടിയിട്ട് താഴോട്ട് പൂട്ടണം. ആരും കാണരുത്. താക്കോൽ കൈ പിടിക്കണം. എന്നിട്ട് മക്കളെ വിളിച്ച് പറയണം, മക്കളെ, അമ്മയെ മരണം വരെ നോക്കുന്ന ആൾക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതിനകത്തുണ്ട്, ഞാൻ മരിച്ചിട്ടേ തുറക്കാവൂ. അങ്ങനെയും ചെയ്യാൻ പഠിക്കണം. അതും ആവശ്യമാണ് ജീവിതത്തിൽ. അപ്പോൾ ഒരു നാണക്കേട് കുടുംബത്തിൽ ഒരിക്കലും ഒരമ്മയ്ക്ക് അപ്പന് തോന്നരുത്. വീണ്ടും ഓർക്കണം, ജയിലായിട്ട് വീട് മാറരുത്. മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടുക്ക ചെന്നോ വീട് സ്വർഗമാണ്, ചെന്നില്ലെങ്കിൽ വീട് ജയിലാണ്. നമ്മുടെ സാന്നിധ്യം കാരാഗൃഹത്തെ ഗൃഹമാകും, നമ്മുടെ അസാന്നിധ്യം ഗൃഹത്തെ കാരാഗൃഹമാകും. നമ്മൾ ഓർക്കണം. എന്താണ് ഗൃഹവും കാരാഗൃഹവും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ അകത്താകുമ്പോൾ പുറത്തുനിന്നാരെങ്കിലും പൂട്ടിയാൽ കാരാഗൃഹം, അകത്ത് കഴിഞ്ഞ് ഞാൻ തന്നെ പൂട്ടിയാൽ അത് ഗൃഹം. ഇതാണ് ഗൃഹവും കാരാഗൃഹവും എന്നുള്ള വ്യത്യാസം. ഒരിക്കലും ജയിൽ പോലെ തോന്നരുത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പെരുമാറുന്നത്, നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കും. നിങ്ങളെങ്ങനെ പെരുമാറുന്നോ നിങ്ങളുടെ മക്കളത് കണ്ടുപഠിക്കും. അതൊരിക്കലും മറന്നേക്കരുത്. ഒരു വീട്ടിൽ 75 വയസ്സ് പ്രായമുള്ള വല്യപ്പൻ ചാരുകസേരയിൽ കാര്യം നീട്ടിരുന്ന പത്രം വായിക്കുക. 7 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണടി ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം. അരമണിക്കൂർ കഴിയട്ടടാ, പത്രവായന കഴിയിട്ട് കണ്ണടയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞു, വാടാ ഇനി കളിക്കാം. അവൻ ചെന്നു, വല്യപ്പൻ്റെ കണ്ണട ഊരി പിടിച്ചു. കണ്ണെ ശരിക്കും പിടിച്ചു. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നു. അതെന്നാടാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നുണ്ടെന്ന് ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ പെരുമാറ്റങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 8 തെറ്റായ കുടുംബങ്ങൾ. എങ്കിൽ ഇങ്ങനെയുള്ള സംഗമങ്ങൾ SNDP ശാഖകൾ ക്രമീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഗുരുദേവൻ്റെ ലക്ഷ്യം തന്നെയാണ്. വീട് 9ഉം 10ഉം മോഡലായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറും. ഏത് ജാതി, ഏത് മതം, ഏത് വിശ്വാസം എന്നുള്ളതല്ല. നമ്മുടെ വീട് ഈ 2 കൂട്ടത്തിൽ പെടണം. 9 വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം. വിദ്യാലയം എന്ന് പറഞ്ഞാൽ നോക്കി പഠിക്കുന്ന, ഇരുന്ന് പഠിക്കുന്ന. അയൽവാസികൾ പറയണം, ആ അപ്പനെയും അമ്മയും നോക്കി പഠിക്കുക. അവരുടെ അപ്പനെയും അമ്മയും അവർ നോക്കുന്ന രീതി കണ്ടോ? ആ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കുക. അപ്പനും അമ്മയും മക്കളും ക്ഷേത്രത്തിൽ പോകുന്നത് കണ്ടോ? രാത്രി വിളക്ക് വെക്കുന്നത് കണ്ടോ? രാമായണ മാസത്തിൽ വിശുദ്ധഗ്രന്ഥം വായിക്കുന്നത് കണ്ടോ? മതവിശ്വാസം കണ്ടോ? അനുഷ്ഠാനം കണ്ടോ? എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയണം. ആ വീട് അങ്ങനെ മാതൃക. അപ്പം അങ്ങനെയുള്ള വീടായിട്ട് നമ്മുടെ വീട് മാറുക, മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എല്ലാവരും കണ്ടുപഠിക്കണം. കണ്ടുപഠിക്കണമെങ്കിൽ കാണിക്കാൻ സാമർഥ്യമുള്ള അപ്പനും അമ്മയും വേണം. ഓർത്തോണം, ഒരു 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു ഭാഗം തെറ്റിച്ചേ പറയൂ. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിള്ളി കിഴിക്ക് നുള്ളി അടിച്ചു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞത് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിച്ചിട്ട് എനിക്ക് പിരിഞ്ഞാലും വേണ്ടിയല്ല. അപ്പോൾ പറഞ്ഞു, സാറേ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അവൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണോ അപ്പൻ അമ്മ അങ്ങനെയായിരിക്കും മക്കളെന്നാണ് പറയുക. അപ്പം നമുക്ക് കൊടുക്കാൻ വേണം, പറഞ്ഞു കൊടുക്കാൻ വേണം. തമിഴൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് തിരുക്കുറൾ. തിരുക്കുറൾ എഴുതിയത് തിരുവള്ളാവൂറാണ്. തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശ്ലോകങ്ങൾ, ഷോർട്ട് സ്ലോഗൻസ്. അതെഴുതിയ തിരുവള്ളാവൂരാണ്. അത് തിരുവള്ളാവൂർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാര്? ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാര്? അപ്പോൾ അതിൽ പറയുന്ന മറുപടി 1, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനും അമ്മയാണോ? മറുപടി അല്ലേ അല്ല. നല്ല പേരും പ്രശസ്തിയും പണവുമുള്ള മക്കളുള്ള അപ്പനമ്മമാരാണോ? അല്ലേ അല്ല. അപ്പോൾ പിന്നെ ആരാണ് ഭൂമിയിൽ ഭാഗ്യമുള്ള അപ്പനമ്മ? അപ്പനോടും അമ്മയോടും നാട്ടുകാർ ചോദിക്കണം, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? ആ രീതിയിൽ മക്കളെ വളർത്തുമ്പോൾ വീട് വിദ്യാലയം. വീട് വിദ്യാലയം. അപ്പനെ അമ്മയും നോക്കിയല്ലേ മക്കൾ പഠിക്കുക. ഒരു വീട്ടിൽ തെറി പറയുന്ന അപ്പനാണെങ്കിൽ ആൺകുട്ടി അത് തന്നെ പഠിക്കും.
ഒരു വീട്ടിൽ വാ വിളിച്ചാൽ തെറി പറയുന്ന അമ്മയാണോ പെൺകുട്ടി, അത് തന്നെ പഠിക്കും, ചീത്ത പഠിക്കും. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. പക്ഷേ ലോക ഭാഷകളിലെ തെറിക്കൊക്കെ നീളക്കുറവാണ്, കടുക് പൊട്ടിച്ച പോലെ ചെറിയ തെറിയാണ്. ഏറ്റവും നീണ്ട തെറിയുള്ള ഭാഷ ശ്രേഷ്ഠ ഭാഷയായ മലയാളമാണ്. മലയാളത്തിൽ ഏതക്ഷരം കൊണ്ടും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും വലിയ തെറി കാസർഗോഡുകാരൻ മലയാളി കുടുംബനാഥൻ്റെ തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. അതിൻ്റെ ഉള്ളടക്കം ആര് തെറി കേട്ടോ, തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തഴുകി തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ് പറയുക. ഇപ്പം നമുക്ക് ജീവിതത്തിൽ ഈ ഒരു ഭാഷ ശൈലി അത് മക്കൾ കണ്ടുപഠിക്കും. ഒരപ്പൻ വീട്ടിൽ എന്ത് വന്നാലും പറയും കോപ്പ്, കുന്തം, കൊടച്ചക്രം, മറ്റോൻ, മരിച്ചോൻ, കോന്തൻ, പൊട്ടൻ. അപ്പൻ്റെ മോൻ, അവൻ ഒരു 6 വയസ്സുള്ള കുട്ടി, അവൻ ഈ അപ്പം പറഞ്ഞ് കേട്ടു പിടിച്ചു. അവൻ്റെ ഗുണൽപ്പടി ചെല്ലുന്ന പോലെ പറഞ്ഞു പഠിച്ചു കോന്തൻ, ഓക്കൻ, മറ്റോൻ, മരിച്ചോൻ, അപ്പൻ്റെ വാക്ക് മുഴുവൻ. അപ്പൻ നാട്ടിലെ വലിയ ആഘോഷത്തിൽ ഒരു പ്ലാസ്റ്റിക് തീവണ്ടി മേടിച്ചു കൊടുത്തു. 250 രൂപയുടെ മുഴുത്ത തീവണ്ടി. അവൻ തീവണ്ടി നേരെ നിർത്തി, ചൂളം വിളിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 2 കിഴങ്ങന്മാരും 2-ൽ 3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ പോകുന്നു. അപ്പൻ ആയിരിശം വന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിലെത്തി. 3 പൊട്ടന്മാരിറങ്ങിയപ്പോൾ 3 മറ്റവന്മാർ കയറിയിട്ടുണ്ട്. അടുത്ത വാക്ക് ആയിരിശം വന്ന അപ്പം തീവണ്ടി എടുത്ത് ഒറ്റയേറ് 5 കഷ്ണമായിട്ട് തീവണ്ടി പൊട്ടിപ്പോയി. ഇവൻ കരഞ്ഞു കരഞ്ഞ് സ്വരമടച്ചു. അരമണിക്കൂറായി. അപ്പൻ്റെ മനം പിടിച്ചു. എന്തിനാടാ കുത്തിയിരുന്ന് കരയുന്നത്? അപ്പൻ്റെ തീവണ്ടി അഞ്ഞ് പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, നീ മോശമായ വാക്ക് പറഞ്ഞിട്ടാ, ഇനി പറയാതിരിക്കാമെങ്കിൽ തീവണ്ടി ശരിയാകും. പുതിയ ഒരെണ്ണം മേടിച്ച് തരാമോ? മേടിക്കാൻ കാശില്ല, പെറുക്കി കൊളുത്തി തരാം. അപ്പം കുത്തിയിരുന്ന് പെറുക്കി കൊളുത്തി അരമണിക്കൂർ തീവണ്ടി പഴയ പരുവത്തിലാക്കി. എരിഞ്ഞ് പൊട്ടിക്കാനും കൊളുത്താനും കൂടെ 1 മണിക്കൂർ. മോനെ മോശവാക്കൊന്നും പറഞ്ഞേക്കല്ല, അപ്പനാണ് സത്യം പറയുകയില്ല. തീവണ്ടി നേരെ വെച്ചു. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി പോകുന്ന ചൂളം പിടിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റവൻ്റെ മുഖം കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം കേതോർ ഞാൻ അറിയുകയാണ്. എങ്ങനെയാണ് അപ്പനമ്മ, അങ്ങനെയാ മക്കൾ. അപ്പനന്മാരെങ്ങനെയാണോ അങ്ങനെയാ മക്കളെന്ന് പറയും. ഇപ്പം വീട് ഒരു വിദ്യാലയമാകണം, മാതൃകാ വിദ്യാലയമായിട്ട് നമ്മുടെ വീട് മാറണം. 10 കുടുംബം ഒരു ക്ഷേത്രം. കുടുംബം ഒരു ക്ഷേത്രം. ഈശ്വരൻ തന്ന നന്മകൾ മറക്കരുത്. മനുഷ്യൻ്റെ പ്രത്യേകത, സന്തോഷം വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിയും, പണം കൂടുമ്പോൾ പിന്തിരിയും, തകർച്ച വരുമ്പോൾ വീണ്ടും തിരിയും. ഇതാണ് മനുഷ്യചരിത്രം. തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിച്ച മുഖം, ഈശ്വരത്തിലേക്ക് തിരിച്ച മുഖം ഒരിക്കലും പിന്തിരിക്കരുത്. ഏത് വിശ്വാസത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതാനും മക്കൾ ഒരു നാട്ടിലുണ്ടോ, ആ നാട് ദൈവത്തിൻ്റെ ഭാഗ്യമാണ്. അതോർക്കണം. അത് ക്ഷേത്രമാകാം, അത് മുസൽമാൻ്റെ മോസ്കാകാം, ക്രൈസ്തവൻ്റെ പള്ളിയാകാം. ഒരു കൂട്ടം നല്ല മനുഷ്യർ ലോകത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് തമിഴ് സംഗീതജ്ഞനായ രാംനാഥൻ 1960 ഇങ്ങനെ എഴുതി വെച്ചു, മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ഇന്നത്തെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് 4 ഘടകങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ കാൽഭാഗം അവനെ ഫോം ചെയ്യുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ജീവിത മാതൃകയും പ്രവൃത്തികളാണ്. 4-ലൊന്ന്. രണ്ടാമത്തെ 4-ലൊന്ന് അവനെ പഠിപ്പിച്ച അധ്യാപകർ. മൂന്നാമത്തെ 4-ലൊന്ന് അവൻ്റെ സ്നേഹിതർ. 4-മത്തെ 4-ലൊന്ന് അവൻ്റെ വായനകൾ. ഇവിടെ വായനയെക്കുറിച്ച് ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ. ഒരു മനുഷ്യനെ 4ആയിട്ട് മുറിച്ചാൽ 4-ലൊന്ന് അവൻ്റെ അപ്പനമ്മമാർ, 4-ലൊന്ന് അധ്യാപകർ, 4-ലൊന്ന് സുഹൃത്തുക്കൾ, 4-ലൊന്ന് വായന. ഇത് മൊത്തം അനുഗ്രഹമാകുന്നത് ഈശ്വരനോടുള്ള ബന്ധം. ആ ബന്ധത്തിൽ അനുഗ്രഹം പ്രാപിച്ചവരായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബങ്ങൾ മാറുകയും വേണം. നമുക്കറിയാം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കലയാണ്. വിവാഹ ജീവിതം ഒരു കലയാണ്. ആ കല ആസ്വദിച്ച് നന്നായിട്ട് ജീവിക്കാൻ ദമ്പതികൾക്ക് കഴിയണം. സരള മധുരമേ ജീവിതം എന്ന് പറയുമ്പോൾ നല്ല ദാമ്പത്യമാണോ, വർഷങ്ങൾ പോകുന്നത് അറിയില്ല, കാലം പോകുന്നത് അറിയില്ല. കുടുംബത്തിൽ പിരിമുറുക്കമാണോ,
നമുക്ക് ദിവസം പോവുകയില്ല. അല്ലെങ്കിൽ 2024 ഇന്നലെ ഉണ്ടായി, ഇതാ തീർന്നല്ലോ എന്ന് പെട്ടെന്ന് ഓർക്കും. കാരണം കുടുംബത്തിൽ ഒരു സന്തോഷമുണ്ട്. സന്തോഷിക്കുന്ന അപ്പൻ, സന്തോഷിക്കുന്ന അമ്മ, ആനന്ദിക്കുന്ന മക്കൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് സരളമധുരമായിട്ട് നമ്മുടെ ജീവിതം മാറുക, നമ്മുടെ കുടുംബങ്ങൾ മാറുക. അവിടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബത്തിൽ ഈശ്വരന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഈശ്വരന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ബാക്കിയെല്ലാം ഉണ്ട്. സ്വന്തം വിശ്വാസത്തിൽ നിന്ന് അണുവിട പിന്മാറരുത്. അമ്മ മുലപ്പാലിലൂടെ തന്ന ഒരു വിശ്വാസ പാരമ്പര്യം അത് കളയാതെ സൂക്ഷിക്കണം. ആചാര്യന്മാർ പകർന്നു തന്ന ഒരു വിശുദ്ധ പാരമ്പര്യം കളയാതെ സൂക്ഷിക്കണം. ഏത് മതവും അതിനകത്ത് അത് വിശുദ്ധയോടെ ജീവിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ 3 വാക്കുകൾ ദമ്പതികൾ പറയാൻ പഠിക്കണം. 3 വാക്കുകൾ. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഈ 3 വാക്ക് പിശുക്കില്ലാതെ കുടുംബത്തിൽ പറയണം. 1 പ്ലീസ്. എന്താ പ്ലീസ്? ചോറ് വിളമ്പടി, കറി ഒലത്തടി, ചായ അനത്തടി. അതിനകത്ത് പ്ലീസ് ഇല്ല. അത് പഴയകാല കാടന്മാരപ്പന്മാരുടെ പ്രാകൃത ഭാഷയാണ്. ഇന്ന് പഠിത്തമുള്ള പുതിയ തലമുറയാണ്. ആ തലമുറയിൽ ഒരു ചായ കുടിച്ചാലോ ചോറുണ്ടാലോ സൗഹൃദത്തിൻ്റെ സൗമ്യതയുടെ ഭാഷ. ഭർത്താവ് ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ പെണ്ണാണ്. വിലപ്പെട്ട വർത്താനമേ പറയാവൂ. ഭാര്യ ഭർത്താവിനോട്, ഇന്നും കൂടെ പഞ്ചാര മേടിച്ചില്ലെങ്കിൽ നാളെ സത്യമായും കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ, ആ വാക്ക് പറയല്ലേ. വർത്തമാനത്തിൽ ഒരു സൗഹൃദം, ഒരു സൗമ്യത ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സൂക്ഷിക്കണം. സരളമധുരമായിട്ട് ജീവിതം പോകണമെങ്കിൽ വാക്കുകളെ ശ്രദ്ധിക്കണം. 2 സോറി. എന്താ സോറി? ഒരു തെറ്റ് പറ്റിയാൽ ഭാര്യയോട് സോറി പറയാൻ മടിക്കരുത്. തെറ്റ് പറ്റിയാൽ ഭർത്താവിനോട് സോറി പറയാൻ മടിക്കരുത്. ചിലപ്പോൾ അരിശം വരുമ്പം ചില വർത്താനം പറയും. ബോധമുള്ളവരോർത്തോണം, അരിശം വരുമ്പോൾ പറയുന്ന വർത്തമാനം ഈ തിരമാല പോലെയാണ്. ദാമ്പത്യം കടലാണ്. കടലിലെ ചില തിരമാലകളാണ് അരിശം വരുമ്പം പറയുന്ന വർത്തമാനം. അത് ഉള്ളി വെച്ചോണ്ടല്ല. ഭർത്താവിന് അരിശം വന്നു ഭാര്യയോട്, മുതുപിച്ചായി ചത്തായിരുന്നെങ്കിൽ നീ വേറെ നിന്നെ കെട്ടാമായിരുന്നു. ഒരിക്കലും കെട്ടാൻ വേണ്ടിയല്ല, ഒന്നിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പിന്നെ കെട്ടാൻ പോകും. എന്നാലും പറയും, ഒരു വാക്കങ്ങ് പറയും, ചത്താൽ മതി കെട്ടാൻ പോകാൻ. അല്ലെ ഭാര്യ കെട്ടിയവനോട്, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. കാലൊടിഞ്ഞാൽ ഇവിടെ തന്നെ കുഴമ്പ് വരട്ടാൻ പോകണ്ടേ? ചുമ്മാ പറയുന്നേ ഉള്ളൂ. അത് ഉള്ളിൽ വെച്ചോണ്ടല്ല. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടൻ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു, ഞാൻ മരിച്ചു പോയാലോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തൊക്കെ പിടിക്കട്ടെ, വേറെ വല്ല പെണ്ണുങ്ങളെയും കെട്ടുമോ? ആകുമ്പോൾ എൻ്റെ അടി ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അപ്പം നമുക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ ഒരു സോറി പറയാനായിട്ട് പഠിക്കണം. എൻ്റെ ഏടി അരിശമൊന്നും പറഞ്ഞാൽ കേട്ടോ, സോറി മോളെ, ചേട്ടാ സോറി, ഒരു വാക്ക് പറയണം. ഇവിടെയാണ് സരളമധുരമായി ദാമ്പത്യം മാറണോ. ദാമ്പത്യത്തിൽ 3 കാര്യങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്നും ആസ്വദിക്കാം. അത് സെക്സാകാം, അത് ലൈഫാകാം, അത് എന്തും ആയിക്കോട്ടെ. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1 കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. 1 കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. 2 നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 1 കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. 2 നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3 ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അതും ശ്രദ്ധിച്ചോണം. കെട്ടിയവൻ നല്ല ആഹ്ലാദം മൂത്ത് വരുമോ, പൊന്നു മുത്തേ അടുത്ത ബർത്ത്ഡേക്ക് 5 പവൻ ഡിസ്കോ മാല, 5 ഗ്രാമിനുള്ള വകുപ്പ് പോലും ഇല്ല, പിന്നെയാണ് ഡിസ്കോ ഡാൻസ് ആരംഭിക്കും വരയ്ക്കരുത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുക്കരുത്. ഇത് 3 ശ്രദ്ധിക്കണം. കോപം വരുമ്പോൾ വർത്തമാനം പറയല്ലേ. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അപ്പം ഒരു സോറി പറയാനൊക്കെ പഠിക്കുക. 3 താങ്ക് യു. വളരെ പ്രധാനപ്പെട്ടതാണ് താങ്ക് യു. ഒരു പക്ഷേ മലയാളിക്കില്ലാത്തത് നമുക്കില്ലാതെ പോകുന്ന വാക്കാണ് താങ്ക് യു. വിദേശി ചെല്ലണം, എന്തൊരു താങ്ക് യുവാ. ചെറുപ്പക്കാർ ആൺപിള്ളേരും പെൺപിള്ളേരും വിദേശി ചെല്ലുമ്പം ഒരിക്കൽ പോലും നന്ദി പറയാത്തവൻ നന്ദിയോട് നന്ദി, നന്ദിയോട് നന്ദി. ഒരുത്തിന് അമേരിക്കയിൽ ജോലിക്ക് കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാടാ? അവൻ പറഞ്ഞു വാഷിങ്ടൺ. അവന് സന്തോഷവും അവിടെയല്ലേ. പിന്നെ ഞാൻ മനസ്സിലായല്ലോ
തുണി അലക്കി വെച്ച് നിൽക്കുകയാണ്, വാഷിംഗ് ഡൺ, അത് കഴിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനുണ്ട്. ഓരോരുത്തരെപ്പോഴും ഈ ചൂടാക്കി കറിയും ചോറും കഴിക്കുക. നിൻ്റെ പണി എന്താ? മൈക്രോവേവ് ഓപ്പറേറ്റർ, ചൂടാക്കുക, തണുപ്പിക്കുക, എടുക്കുക, കഴിക്കുക. അവിടെ അറിയാതെ താങ്ക് യു പറയും. ഭാര്യ ഒരു നല്ല മുട്ട പൊരിച്ച് കൊടുത്താൽ, മോളെ നല്ല ടേസ്റ്റ് ആകട്ടോ, താങ്ക് യു. അവൻ ചുരിദാരം മേടിച്ചു, ചേട്ടാ നല്ല മാച്ചിങ് കളറാ, താങ്ക് യു. പറയാനൊരു മടിയില്ല. നിങ്ങളിത് കേട്ടു. ഇന്ന് രാത്രി 9:30 വീട്ടിൽ ചെന്ന് കയറും. ഭാര്യ ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, കടുവുമാങ്ങ വിളമ്പി വെക്കുമ്പോൾ താങ്ക് യു. ഭാര്യയ്ക്കും വട്ടു പിടിച്ചോ മനുഷ്യാന്ന് ചോദിക്കും. ചുമ്മാ പറയല്ല, ഇത് സാവധാനം തോന്നണം. ഒരു നന്ദിയുടെ ജീവിതമുണ്ട്, ഒരു നന്ദിയുടെ ജീവിതമുണ്ട്. അതുകൊണ്ടാണ് കുടുംബത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് പ്രോത്സാഹന വാക്ക് പറയണം. കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയാൻ പഠിക്കണം. ഒരു കുടുംബ നവീകരണ സെമിനാർ നടത്തുമ്പോൾ 65 വയസ്സ് പ്രായമുള്ള ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നു. ഇപ്പം വന്നപ്പോൾ രണ്ടുപേരുടെ മുഖം വല്ലാതെ വീർതിരിക്കുന്നു. ഇപ്പം 1 മണിക്കൂർ മിണ്ടി കഴിഞ്ഞ് പിടികിട്ടി കുഴപ്പം കെട്ടിയവൻ്റെ ഏതാ. ഭാര്യയോട് ഒരിക്കലും നല്ല വാക്ക് പറയല. അവക്കാണല്ലോ നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹവും. ഞാൻ വെറുതെ ഭാര്യ നല്ല ചെമ്മീനും മാങ്ങ കറി വെക്കുമ്പം കൊള്ളാവില്ല മോളെ, നല്ല രുചിയാണ്, ഒരു നല്ല വാക്ക് പറയണം. തുണി അലക്കിയാൽ നല്ലത് പറയണം. അതുപോലെ ഞാൻ പറഞ്ഞു, മുറിക്കകം വൃത്തിയാക്കിയിട്ടാലും നല്ലത് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ, അവളും പിള്ളേരോട് തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണം. ഞാൻ പറഞ്ഞു, വേണം. മുരിങ്ങക്കായും മീനും കൂടെ കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടിയല്ല. കെട്ടിയവൻ്റെ നല്ല വാക്കേ ഉള്ളൂ. സമ്മതിച്ചു. ഇവർ പോയി. വെള്ളിയാഴ്ച തിങ്കൾ രാത്രി സാധാരണ 8 മണിക്ക് കഞ്ഞി, അതിന് കിട്ടുന്ന കറി കന്നിമാങ്ങ, മൻപയർ, കുരുമുളക് ഇട്ടത്, ചെറിയ അച്ചാർ, ഇതൊക്കെയാണ് ഐറ്റം. ഇയാൾ കഞ്ഞിയും ചമ്മന്തിയും കാത്തിരിക്കുക. അന്ന് അപ്രതീക്ഷിതമായിട്ട് ഭാര്യ 8 മണിക്ക് ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച ചക്കപ്പുഴുക്കും ഒരു പാത്രം നിറയെ വറുത്തരച്ച കോഴിക്കറിയായിട്ട് വന്നു. ഇയാൾ കഞ്ഞിയും ചമ്മന്തിയും കാത്തപ്പോഴാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയും സന്തോഷമായി. പുഴുക്ക് മൊത്തം നിന്നു, പ്ലേറ്റ് വടിച്ച് നോക്കി, കറി മൊത്തം കൂടി അരപ്പം നീട്ടി നോക്കി, ഒരു ഏമ്പക്കവും വിട്ടു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യം നല്ല വാക്ക് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ മിനിമോളെ കഴിഞ്ഞ 30 വർഷത്തിന് ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം, എന്നാ ടേസ്റ്റ് ആടി, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് ഈ കരയുന്നത്? ജോസഫ് അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ നല്ലത് കിട്ടുമ്പം നല്ലത് വേണമെന്ന്? അവൾ പറഞ്ഞു, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ വെച്ചു കൊള്ളു തന്നിട്ടും എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ആൻസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ലത് പറയാൻ തോന്നുന്നത്. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം എന്ന് പറയാനായിട്ട്, ഏത് ഭാഗത്തു നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം. ഇപ്പം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ കുടുംബത്തിൽ അന്തരീക്ഷം മാറും, കാഴ്ചപ്പാട് മാറും, മനോഭാവങ്ങളിൽ ഒരു വലിയ മാറ്റം വരും കുടുംബത്തിൽ. അപ്പം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഈ ചിന്തകൾ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുക. വീണ്ടും കുടുംബ ബന്ധങ്ങളുടെ ഓരോ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല അപ്പനമ്മമാരായിട്ട് ജീവിച്ചോണം. നല്ല ഭാര്യാഭർത്താക്കന്മാരാകണം, ഒപ്പം നല്ല അപ്പൻ അമ്മമാരായിട്ടും ജീവിക്കാൻ പഠിക്കണം. കുഞ്ഞുങ്ങൾക്ക് മാതൃക കൊടുക്കുന്ന അമ്മയാവുക, അപ്പനാവുക. നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമ്പോൾ ആ മക്കൾ നാളെ ആരായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇപ്പം തന്നെ നമ്മൾ തന്നെ കൂടുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ നാളെ ആരായി തീരും. അതാണ് താരാട്ട്. എന്താ താരാട്ട്? രാരാരോ രാരീരാരോ. നമ്മളൊക്കെ കേൾക്കാൻ രസമുള്ള ലല്ലൊരു പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഈശ്വരൻ്റെ മുഖത്ത് നോക്കി പെറ്റ തള്ളയുടെ ചോദ്യമാണ് താരാട്ട്. എന്താണ് ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടിക്കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, ഹമാസിൻ്റെ മക്കളാണോ? ഇതാരാരോ? ഒരു പിടിയുമില്ല. രണ്ടാമത്, ഇതാരീരാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ? ഊലതന്ത്രക്കാരി സരിത നായരാണോ? നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുക, അവരെ വളർത്തിക്കൊണ്ട് വരിക, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി കുഞ്ഞുങ്ങളെ, തലമുറകളെ നമ്മൾ വളർത്തണം, വളർത്തിയെടുക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പം മാതാപിതാക്കളുടെ ഒരു റോള് കുടുംബത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. അത് കുട്ടികളാകാം, പേരക്കുട്ടികളാകാം. കൊടുക്കുന്ന കരുതലും ശ്രദ്ധയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. വീണ്ടും ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടി കുടുംബത്തിൽ ശ്രദ്ധിക്കണം.
വ്യഭിചാരം ചെയ്യലെന്നൊരു വാക്കുണ്ട്. അതായത് വിശുദ്ധി വിരുദ്ധമായ ഒന്നും. വ്യഭിചാരം നമുക്കറിയാം, പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, അത് വ്യഭിചാരം. അതൊന്നും നിങ്ങൾക്കിടയിലില്ല. നമുക്കിടയിൽ വ്യഭിചാരം ഹൃദയത്തിലെ വ്യഭിചാരമാണ്. ഹൃദയത്തിലെ വ്യഭിചാരം അതായത് നിങ്ങളിൽ പല ആണുങ്ങൾക്കും 2 ഭാര്യമാരുണ്ട്, പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയവന്മാരുണ്ട്. ഒരു സഹോദരനെ ഇടയ്ക്കൂടെ തുറിച്ച് നോക്കും. എന്നോർത്തുകൊണ്ടാണ് പറയുന്നതെന്നുള്ളതിൽ ഞാൻ തന്നെ ഒന്ന് പറയാം. പെണ്ണുങ്ങൾക്കൊരു സ്വപ്നമുണ്ട് വിവാഹത്തിന് മുമ്പ്. ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ശരീരം, മോഹൻലാലിൻ്റെ ചെരിഞ്ഞ് നടപ്പ്, ഉണ്ണിമൂതൻ്റെ കട്ടിമസിൽ, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാളെ തന്നു. പിന്നെ കട്ടിമീശയും കുറ്റിമസിലും ഓർത്താൽ അതിന് വിളിക്കുന്ന വാക്കാണ് വ്യഭിചാരം. ആണുങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ കെട്ടുന്ന പെണ്ണിന് 90കളിലെ ശോഭനയുടെ വണ്ണം, 2000-ലെ കാവ്യമാധവൻ്റെ തുറിച്ച കണ്ണ്, 2010-ലെ സമ്പ്രദാസത്തിലെ കോമ്പല്ല്, ഇതൊക്കെ വേണം. പക്ഷെ കിട്ടിയതോ ചാളവേരിയെ പോലെ മെലിഞ്ഞൊരാളെ തന്നു. ആരെ തന്നോ തന്നയാളെ സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ചിന്ത ഒരിക്കലും അരുത്. 6 വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ നിർമ്മാതാവ് സംവിധായകൻ ജിത്തു ജോസഫും തിരക്കഥാകൃത്ത് സിന്ധിരാജും ഒരു നിർമ്മാതാവും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ കുടുംബത്തെക്കുറിച്ച് പറയുന്ന പ്രസംഗത്തിലെ ഒരു കാര്യം സിനിമയാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അച്ഛൻ സഹകരിക്കാവോ? ഞാൻ വരാൻ പറഞ്ഞു. 2.5 മണിക്കൂർ ഇരുന്നു. ഇപ്പം ഞാൻ ധ്യാനത്തിൽ പറയുന്ന ഒരു ചിന്തയാണ്, ആണുങ്ങൾ നല്ലവരാണേലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ ഏത് ആണുങ്ങൾക്കും വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പം കുറേ സമയം പുറകിൽ ചുമ്മാ നോക്കിക്കൂടി നിൽക്കാൻ തോന്നും. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് അതിനെ വിളിക്കുക. അപ്പം അങ്ങനെ ഒരുത്തൻ നോക്കിയപ്പോൾ അവൻ്റെ മോൾ വഴിതെറ്റിപ്പോയി. അപ്പോൾ ഇവൻ തിരിച്ച് ഭാര്യയിലേക്ക് പോരുക. അച്ഛാ, അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നഷ്ടപ്പെട്ട അവളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അവൻ എന്തെല്ലാം ചെയ്യണം? ഞാൻ പറഞ്ഞു, അവളെന്നാ പറഞ്ഞാലും ഒന്നും മിണ്ടാതെ വടി പിടിഞ്ഞ പോലെ ചുമ്മാ നിന്നോണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വിരിച്ചു കൊടുക്കണം, പാത്രം മെടക്കി കൊടുക്കണം, കരി ഒലത്തി കൊടുക്കണം, തറ തുടച്ച് കൊടുക്കണം. ഞാനീ പറഞ്ഞതെല്ലാം പാവനാസമ്പന്നായ സിന്ധിരാജ് മനോഹരമായി തിരക്കഥയാക്കി. അതിൽ കുടുംബനാഥനായിട്ട് മോഹൻലാൽ ഭംഗിയായിട്ട് അഭിനയിച്ചു, നാഥയായിട്ട് മീന. 101 ദിവസം ആ സിനിമ ഓടി. 101 ദിവസം എനിക്കും മോഹൻലാലിനും മീനയ്ക്കും ഈ കുടുംബചിത്രത്തിന് നിർമ്മാതാക്കൾ കല്ലൂർ വെച്ച് അവാർഡ് തന്നു. ഒരു ധ്യാനപ്രസംഗം അങ്ങനെ സിനിമയായതായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള ഒരു പടം. അത് ചിന്ത, കുടുംബത്തിൻ്റെ ചിന്ത സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം, വ്യഭിചാരം ചെയ്യൽ, ഒന്നല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഉള്ളിൽ നമ്മൾ ചിന്തിക്കൽ. ദൈവം തന്നയാൾ 2 കൈ നീട്ടി ആളെ നമ്മൾ സ്വീകരിക്കുന്നു, സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഒരു ചിന്ത കൂടി കുടുംബത്തിൽ നമ്മൾ ചേർത്ത് വെക്കാനുള്ളത്, ഒരിക്കലും ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാവുന്നത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്, പെണ്ണുങ്ങളോട്, കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. ഉള്ള ഭർത്താവ്, ഉള്ള ഭാര്യ, ആ രീതിയിൽ ജീവിതം. ഞാൻ കാലടിയിൽ വണ്ടി കാത്ത് നിൽക്കുന്നു. തൃശ്ശൂരിനും പോകണം, അതേസമയം കോട്ടയത്തിനും പോകണം, 2ഇടത്തും പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാൻ തുടങ്ങുമ്പോൾ തൃശ്ശൂർ വണ്ടി സൂപ്പർ ഫാസ്റ്റ് കയറി ഇരുന്നപ്പോഴേ കോട്ടയം വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്ക് പെരുമ്പാവൂർ കാണാമായിരുന്നു, മൂവാറ്റുപുഴ കാണാം, കൂത്താട്ടുകുളം കാണാം, കുറവലങ്ങാട് കാണാം, ഏറ്റുമാനൂർ കാണാമെന്ന് തൃശ്ശൂർ വണ്ടിയായിരുന്നു ഓർത്തേക്കല്ല. തൃശ്ശൂർ വണ്ടിയെ കയറുമ്പോൾ മുതൽ ആസ്വദിക്കാൻ പഠിക്കണം. അങ്കമാലിയുണ്ട്, കൊരട്ടിയുണ്ട്, ചാലക്കുടിയുണ്ട്, ആമ്പല്ലൂരുണ്ട്, ഒല്ലൂരുണ്ട്, തൃശ്ശൂർ വരെ ഞാൻ ആസ്വദിക്കണം. ഞാൻ കല്യാണം കഴിക്കാത്ത വൈദിക സമൂഹത്തിലെ അച്ഛനായിട്ട് 31 വർഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോന്നുക, മറ്റേ വണ്ടിയായിരുന്നു ഭേദം, പെണ്ണ് കിട്ടിയായിരുന്നെങ്കിൽ കാറ് കണ്ടതിനും കോഴി കണ്ടതിനും വീട് കണ്ടതിനെന്ന് ഒരിക്കലും ഓർക്കല്ല. ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ഈശ്വര എന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ ഫോൺ കോൾ, അച്ഛാ, അപ്പനായവർ ഇനി അച്ഛനാക്കുന്ന സഭമല്ലോ ഉള്ളൂ, അവൻ്റെ വണ്ടി എടുത്തു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു, അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്താ ഒരു സംശയം അച്ഛനോട് ചോദിക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്താ സംശയം? അച്ഛനാക്കി ചെന്നാലും പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? അതെന്താ?
അച്ഛൻ്റെ പ്രസംഗം കിട്ടി ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു 3 വർഷം മുമ്പ് ഒരു ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് കാര്യമായി തോന്നിയിട്ടുണ്ട്. അതെന്താ? തുണി അലക്കി ഒരം കഴിച്ചു പൊട്ടിയപ്പം ഒരു പെമ്പന്നത്തുണ്ടായിരുന്നെങ്കിൽ അലക്കി തന്നേനല്ലോ എന്ന് ഞാനത് ചിന്തിച്ചു പോയി. അപ്പോൾ സാറ് പറഞ്ഞു, ജോസഫ് അച്ഛൻ ഇമേൽ ഒരിക്കലും അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ചു, എൻ്റെ ഭാര്യ ഇന്നും അവിടെ സകലമാന തുണിയും എന്നെക്കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഉറച്ചിരിക്കുക, മറ്റൊന്ന് ഓർക്കാതിരിക്കുക. വീണ്ടും കുടുംബത്തിലെ വിജയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഉള്ളതുകൊണ്ട് സന്തോഷിക്കണം. 8 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാൻ കഴിവുള്ളവൻ അയൽവാസിയോട് മത്സരിക്കാൻ വേണ്ടി 7 ലക്ഷം കൂടെ കടമെടുത്തിട്ട് 15 ലക്ഷത്തിന് കാറ് മേടിക്കരുത്. എത്ര രൂപയ്ക്ക് പറ്റുമോ അതിൽ ഒതുങ്ങണം. 10 ലക്ഷത്തിന് ചെറിയ പെര പണിയാൻ പറ്റുന്നവൻ കടം മേടിച്ച് 30 ലക്ഷത്തിന് പെര പണിയല്ലേ, 10 ലക്ഷത്തിൽ പണിയണം. പിന്നെ പണം കിട്ടിയാൽ കൂട്ടിപ്പിടിപ്പിക്കണം. കടം മേടിച്ച് പിന്നെ തെണ്ടി പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കിട്ടിയ അവസ്ഥയിൽ ജീവിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കൽ. അച്ഛനായ എനിക്കിടുന്ന ചികിത്സ പീഡികത്തിലെ ഭിക്ഷക്കാരൻ പ്രതീക്ഷിക്കൽ. ഒരു ജീവിത നിലവാരം ദൈവം കൊടുത്തു, അതിൽ ഒതുങ്ങുക, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുക. നമുക്ക് ചിന്തകളെ അവസാനിപ്പിച്ചു കൊണ്ടുവരാം. കുടുംബജീവിതം എന്ന് പറയുന്നത് ചില തൂണുകളിൽ ഉറപ്പിച്ചോണം. ആ തൂണുകളുടെ പേരാണ് വി എന്ന വാക്കിൽ ആരംഭിക്കുന്ന വാക്കുകളാണ്. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. ഇത്രയും ഉണ്ടോ ദാമ്പത്യം ചുമ്മാ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. ഒറ്റയ്ക്കുള്ള ജീവിതവും ഒരുമിച്ചുള്ള ജീവിതവും ചുമ്മാ ആസ്വദിക്കാൻ പറ്റും. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. 5 വി. 1 വിജ്ഞാനം. എന്താ വിജ്ഞാനം? ഭർത്താവിനെക്കുറിച്ച് ഭാര്യ അറിയണം, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് അറിയണം. ഒരുപക്ഷെ ബാക്കിയെല്ലാം ഉണ്ട്, തമ്മിൽ അറിയത്തില്ല. വ്യത്യാസങ്ങൾ ഓർക്കണം. ഞാൻ എഴുതിയ പുസ്തകമാണ് 1 ലക്ഷം കോപ്പി മനോരമ വിറ്റത്, ഇണയും തുണയും. കുടുംബത്തെക്കുറിച്ചുള്ള ഈ കൗൺസിലിംഗ് വിളിച്ചെഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ DC ബുക്സ് ഇറങ്ങിയ ജീവിതം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇതെല്ലാം അറിവിൻ്റെ പുസ്തകങ്ങളാണ്. വായിച്ചു കിട്ടിയ അറിവ്, പങ്കുവെച്ച അറിവ്. ഇവിടെ ആണുങ്ങൾ ഓർക്കണം, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിൻ്റെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂരും മഞ്ഞപ്പുറയും കാലടിയും അങ്കമാലിയും പെരുമ്പാവൂരും കുറുപ്പമ്പടിയിലൊക്കെ നീണ്ട ഒരു ലോകമാണ്. ആ നീണ്ട ലോകത്ത് ഭർത്താവ് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. കൊറിയ, ഇറാന് ചൊറിയാൻ സാധ്യതയുണ്ടോ? റബ്ബറിൻ്റെ വില കൂടുമോ? കാപ്പിക്കുരു ഇറക്കുമതിയുണ്ടോ? അന്താരാഷ്ട്ര കാര്യങ്ങൾ. ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ പെരയ്ക്കകത്തൊരു ഭാര്യ. ഈ അന്താരാഷ്ട്ര കാര്യം ഓർക്കുന്ന കെട്ടിയവൻ്റെ ആഗ്രഹം എന്താ? അവൻ്റെ ആഗ്രഹം വരുമ്പം കഴുകാൻ വെള്ളം, പറിക്കാൻ സോപ്പ്, കുടിക്കാൻ ചായ, ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. പക്ഷേ ഈ ഭാര്യയോ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. അവളുടെ ലോകം വലിയ ലോകമല്ല, കൊച്ചു ലോകമാണ്. അവൾക്ക് ചൈന, കൊറിയ, ജപ്പാനൊന്നുമല്ല. അവളുടെ ചിന്ത പശുവിന് ചനയുണ്ടോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, തവിക്കണ ഒടിഞ്ഞല്ലോ, ബെഡ്ഷീറ്റ് കീറിയല്ലോ, കരത്തിന് ഓട്ട വീണല്ലോ, കൊച്ചിന് പനിയുണ്ടോ, ഇങ്ങനെ ഓരോ ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അന്ന് പറയാത്ത കാര്യം അവൻ തമ്മിൽ അങ്ങോട്ട് കുടഞ്ഞിടും. പക്ഷെ അന്താരാഷ്ട്ര താരത്തിന് ഇത് കേൾക്കാനുള്ള സമയമില്ല. കേൾക്കണം. ചില ആണുങ്ങൾ പുറത്തു പോയി തിരിച്ചു വരുന്നത് ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിക്കുന്ന പോലെ. 2 ഫോണാണ്, BSNL, ഐഡിയ. നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ അണ്ടകടാകത്തിന് ഇന്ത്യ തെന്നിപ്പോകും. ആ രീതിയിലാണ് പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സമയം കിട്ടണം. നിങ്ങളുടെ ഭാര്യയെ കേൾക്കണം, ശ്രദ്ധിക്കണം. ഭാര്യ ഓർക്കണം, ആണുങ്ങളെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് മിണ്ടാൻ പോയേക്കല്ലേ. കുളിച്ച് തണുത്തിരിക്കുമ്പോഴേ കാര്യങ്ങൾ പറയാം, ഓർത്തോണം. കാരണം ഒരു സ്ത്രീക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സഹിക്കാൻ പറ്റും. കാരണം ആണുങ്ങളെക്കാൾ സഹനശക്തി ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം. പക്ഷെ നല്ല അമ്മച്ചിമാർ കുടലുമെടുത്ത് പൊട്ടുക, എന്നാലും പറയും ഉരുവാവളം കുറിച്ച് അറിയായിരുന്നു വൈദ്യുത വേദനയൊന്ന് പോകുമെന്ന്. തമ്പുരാന് പോലും അറിയാം സഹിക്കുവാനുള്ള ശക്തി സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് ദൈവം പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്, ആണുങ്ങൾക്കല്ല. ഈശ്വരനറിയാം
ഇത് സ്ത്രീകൾ ആണുങ്ങളുടെ വകുപ്പാണോ? ഒറ്റ പ്രസവം, ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ലേ ഇല്ല. ഈ കുഞ്ഞുങ്ങൾ കൂടുതലും അമ്മയെ സ്നേഹിക്കാൻ കാരണം എന്താ? സഹിക്കുന്നു. അപ്പം കാശുണ്ടാക്കിയാലും സഹിക്കുന്നത് അമ്മയാണ്. പനി വരുമ്പോൾ ഉറക്കളയ്ക്കുന്നു, കൈ പിടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു, ഈശ്വരനാമം ജപിച്ച് പഠിപ്പിക്കുന്നു, കൂടെ ഇരുന്ന് സഹിക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് മക്കളുടെ വർത്തമാനം കൂടുതലും അമ്മയോടാണ്. അമ്മയെ ചെരുപ്പെന്തിയെ, അമ്മയെ ഫോൺ എന്തിയെ, അമ്മയെ ചോറെന്തിയെ, അമ്മയെ കുടയെന്തിയെ, അമ്മയെ പുസ്തകം എന്തിയെ, അപ്പനോട് ഒറ്റ ചോദിച്ചു അപ്പം അമ്മ എന്തിയെ, ഇത്രേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ത്യാഗത്തിൻ്റെ അന്തരീക്ഷമുണ്ട് ജീവിതത്തിൽ. ഇപ്പം വിജ്ഞാനം, ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കുക, ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കുക. മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ആണുങ്ങൾ മറക്കും, ക്ഷമിക്കുകയല്ല. പെണ്ണുങ്ങൾ ക്ഷമിക്കും, മറക്കുകയല്ല. അത് വലിയൊരു വ്യത്യാസമാണ്. ആണുങ്ങൾ മറക്കും ചില കാര്യം, പക്ഷേ ഇങ്ങനെ ക്ഷമിക്കാതെ ഉള്ളിൽ കിടക്കും. പെണ്ണുങ്ങളോ ക്ഷമിക്കും, പക്ഷെ മറക്കുകയല്ല. എണ്ണി പറയും. 2024 നവംബർ മാസത്തിൻ്റെ 8-ാം തീയതിയും പറയും, 2000 വേണ്ട തന്നെ മുടിഞ്ഞ കുടി ഭയങ്കരമായിപ്പോയി, കുടി നിന്നിട്ട് വർഷം 8 കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മാത്യു സാറും ലില്ലി ടീച്ചറും സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ മാത്യു സാറിൻ്റെ പ്രത്യേകത, പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ അന്നുണ്ടായ കാര്യമെല്ലാം ഭാര്യയോട് പറഞ്ഞ് കേൾപ്പിക്കും. ഒരു ദിവസം വന്ന് പറഞ്ഞു, എൻ്റെ ഏടി ഒരു പുതിയ ജെസി ടീച്ചർ സ്കൂളിൽ വന്നിട്ടുണ്ട്, കണ്ടാൽ നല്ല മിടുക്കി, പാദം മുട്ടി മുടി, പക്ഷേ മുഖത്തെല്ലാം തക്കാളി പോലെ കാരയാണ്, ഒരു കാര. അപ്പം ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്ങൾക്കും കാരയുണ്ട്, നമുക്കെന്താ അവിടെ വഴിക്ക് പോട്ടെ. സംഗതി തീർന്നു. 2 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ സാറ് കൈനിറ്റി ഹോണ്ടായിൽ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് രാത്രി വരിക. പവർ കട്ടായിരുന്നു. വന്നപ്പോൾ ഇഷ്ടിക ഇറക്കിയിട്ടിട്ടുണ്ട് പൂന്തോട്ടം കെട്ടാൻ വേണ്ടി. ഒരു ഇഷ്ടിക തട്ടി സ്കൂട്ടർ പറഞ്ഞു, കൈയുടെ തൊലി പോയി. ഇയാൾ അരിശപ്പെട്ട് പറഞ്ഞു, എടി മര്യാദ വേണ്ടേ, ഇഷ്ടിക ഇറക്കാരും പറയണ്ടേ, കരണ്ടല്ലേ, എൻ്റെ കയ്യും കാലും ഒടിഞ്ഞു പോയാൽ എന്നെ അടുത്തേന് പറയാൻ മോശമായിപ്പോയി. പിന്നെ അവിടെ പറഞ്ഞു, പിന്നെ ലില്ലി ടീച്ചറിൻ്റെ മുഖത്തെ കാര കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. 2 വർഷം കഴിഞ്ഞാണെന്ന് ഓർത്തോണം. ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്ത്രീ എന്ത് പറഞ്ഞാലും ചുമ്മാ ചൂടാകരുത്, സൈക്കോളജിയുടെ ഭാഗമാണ്. ആണുങ്ങൾ എന്ത് പറഞ്ഞാലും ഓർത്തോണം, അതിൻ്റെ ഭാഗമാണ്. ഇതിനൊക്കെ മൊത്തം വിളിക്കും വിജ്ഞാനം എന്ന് പറയും. വിജ്ഞാനം. 2 വിശുദ്ധി. എന്താ വിശുദ്ധി? എന്ത് ഇഷ്ടക്കേട് വന്നാലും എന്നെ കാണപ്പെട്ട ദൈവം എൻ്റെ ഭർത്താവ്. എന്തു കുറവ് വന്നാലും ദൈവം തന്ന കാണപ്പെട്ട ദൈവം എൻ്റെ ഭാര്യ. അതിനപ്പുറത്ത് അശുദ്ധമായ ചിന്ത മനസ്സിൽ വരുത്തരുത്. എന്തു വന്നാലും സാരമില്ല, ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ഈശ്വര നിശ്ചയമാണെന്നോർത്ത് ഭർത്താവിനെ കാണണം, ഭാര്യയെ കാണണം, എന്തെല്ലാം സ്വഭാവ പ്രത്യേകതയുണ്ടെങ്കിൽ. 3 വിവേകം. നല്ല വിവേകം വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതത്തിൽ. ഭർത്താവിനെ മുറിപ്പെടുത്തുന്ന വാക്ക് ഭാര്യ പറയൽ, ഭാര്യയെ മുറിപ്പെടുത്തുന്ന വാക്ക് ഭർത്താവും പറയല്ല. പരസ്പരം വളർത്തുന്ന വാക്കുകളെ പറയാവൂ. മോശമായ വാക്കുകൾ ഒരിക്കലും കുടുംബത്തിൽ പറയാൻ ഇടയാകരുത്. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ചുമന്ന ഷർട്ട് ഇട്ടു, ഒരു മഞ്ഞ മഫ്ലറും കഴുത്തേ ചുറ്റി. ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന. ഇവിടെ മറുപടി, കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉള്ളല്ലോ. അതുകൊണ്ട് അവൻ്റെ മറുപടി, സത്യവാടി, 22 വർഷമായിട്ട് നിന്നെപ്പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ പറയണം. വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും കുടുംബത്തിൽ പറയല്ലേ. ഒരു ഭർത്താവും ഭാര്യയും കൂടി 1 മാസം പിണങ്ങിയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു മനക്കടി. പിണങ്ങിയിരിക്കുന്ന മോശമല്ലേ, ഇണങ്ങിയാലോ? എങ്ങനെ ഇണങ്ങും? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനമെടുത്തു. ഒരു വലിയ ഹോട്ടലിൽ ചെന്നു. 10-30 ദമ്പതിമാരെ ഇണങ്ങാൻ വേണ്ടി അന്ന് തന്നെ ആ ഹോട്ടലിൽ അതേ ഹോളി വന്നിട്ടുണ്ട്. മേശപ്പുറത്ത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, നാന്, കൊത്തു പൊറോട്ട, ഗോതമ്പ് പൊറോട്ട, മിക്സഡ് റൈസ് എല്ലാം വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ബീഫ്, ലിവർ, ചിക്കൻ, പന്നി, മീൻ എല്ലാം വെച്ചിട്ടുണ്ട്. 3ാമതൊരു മേശപ്പുറത്ത് നല്ല തണ്ണിമത്തങ്ങ, മാങ്ങ, മാതള നാരങ്ങ, ഇങ്ങനെ മധുര ജിലേബി, ലഡു ഐറ്റവും വെച്ചിട്ടുണ്ട്. ഒരു കെട്ടിന് ഇണങ്ങാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞു, എൻ്റെ സ്വീറ്റി കുറേ സ്വീറ്റ്സ് എടുത്ത് തരാമോ? അവൾ മധുരപലഹാരം എടുത്തു കൊടുത്തു. അവരങ്ങ് ഇണങ്ങി. 2ാമത്തെ കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ കരളെ ആ ലിവർ ഫ്രൈ എടുത്ത് തരാമോ? അവൾ ഇണങ്ങി. 3ാമത്തെ ഭാര്യ പറഞ്ഞു, പൊന്നു മനുഷ്യ, ഇങ്ങനെ വല്ല ഒന്ന് പറ, എനിക്കൊരു നല്ല മൂടുണ്ടാകട്ടെ. അവൻ പറഞ്ഞു, എൻ്റെ പോത്തെ ആ ബീഫ് ഫ്രൈ എടുത്തു തരാമോ? അതോടെ കൂട്ടേടിയായെന്ന.
വിവേകമില്ലാത്ത വർത്തമാനം ഭാര്യയോട് പറയല്, ഭർത്താവിനോട് പറയല്. ബലപ്പെട്ടവർ എന്ന രീതിയിൽ സംസാരിക്കാം. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. വിധേയത്വം, ഭർത്താവിനോട് വിധേയത്വമുള്ള ഒരു ഭാര്യയായിരിക്കണം, ഭാര്യയോട് വിധേയത്വമുള്ള ഒരു ഭർത്താവായിരിക്കണം. വിധേയത്വം നഷ്ടപ്പെടുമ്പോൾ കുടുംബം തകരും. പണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഉറച്ചു നിന്നതിൻ്റെ കാരണം വിധേയത്വമുള്ള ഒരമ്മ. അമ്മ എന്നും ഹൃദയവും അപ്പനെന്നും തലയുമാണ്, ഒരു വ്യത്യാസമില്ല. അപ്പന് ശിരസാണ്, അമ്മ ഹൃദയമാണ്. സ്നേഹമാണ് അമ്മ, ബുദ്ധിയും ചിന്തയാണ് അപ്പൻ, കണക്കുകൂട്ടലാണ്. ഇപ്പം വിധേയത്വം. ചില കാര്യങ്ങളിൽ അങ്ങ് ചുമ്മാ ഇരുന്ന് കൊടുക്കുക, താന്നു കൊടുക്കുക. ഒരു 5 പഠിക്കുന്ന കുട്ടി പറഞ്ഞു, അടുത്തിടെയാണ് എൻ്റെ അമ്മ വേണ്ടാത്ത വർത്താനമൊക്കെ അപ്പനോട് പറയും. പണ്ട് അമ്മ പാവമായിരുന്നു, ഇപ്പം വേണ്ടാത്ത വർത്താനമൊക്കെ പറയും. അതെന്നാടാന്ന് ചോദിച്ചു. അത് അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയതിന് ശേഷമാണ് അമ്മയ്ക്ക് ഭയങ്കര മാറ്റം. കാരണം ഡെയിലി 331 രൂപ കിട്ടുമ്പം അപ്പന് പുല്ല് വില പോലുമില്ല. അതും ഇതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങും. എല്ലാവരെയും കുറിച്ചല്ല, ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്. വിധേയത്വം കാണിക്കാതെ കുടുംബം തകർക്കുന്നവർ, ഭാര്യയോട് ആലോചിക്കാതെ എല്ലാം ചെയ്യുന്ന കെട്ടിയവൻ, ഇതൊക്കെ കുടുംബം തകർക്കുന്നവരാണ്. വിധേയത്വം. ഒരുത്തൻ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പം പേടി, കൈ പറിക്കുന്നു, കെലുകലാന്ന് തോന്നുന്നു, എനിക്ക് അവിടെ കാണുമ്പം പേടിയാണ്. മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു, എന്നാ? അറിയത്തില്ല, ശരി പേടി വരിക. ഇപ്പം പറഞ്ഞു, കാര്യം ചെയ്യാൻ പറഞ്ഞു. കള്ള് കുടിച്ച് പൂസായതുപോലെ വൈകിട്ട് 6 മണിക്ക് ഗേറ്റിങ് വരിക, തുണി പൊക്കി കുത്തി മടക്കി കുത്തുക, തലക്കെട്ട് മുറുകം കിട്ടുക, ഗേറ്റിങ് എന്ന് പറയുക, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ നേടാൻ പറഞ്ഞു. ഇയാൾ 6 മണിക്ക് വന്നു, മുണ്ട് മടക്കി കുത്തി തലക്കെട്ട് കിട്ടി പൂസായി, പുല്ലാണേ പുല്ലാണേ. അപ്പോൾ ഭാര്യ ഒരു ചിരവയും ചൂലുമായിട്ട് ഇറങ്ങി. എന്നാടോ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു. അവൻ്റെ സകലമൻ ആഫീസും പൂട്ടിപ്പോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണേ എന്ന് പറഞ്ഞ് കുത്തിയിട്ട് പറിക്കാൻ തുടങ്ങിയെന്ന. അപ്പം അങ്ങനെയുള്ള വിധേയത്വം കാണിച്ച് കഴിയുമ്പം എന്നാ പറ്റും? ഭർത്താവ് അമ്മയേക്കാൾ താന്നാൽ വീട് അപകടമാണ്. അങ്ങനെ താന്നാൽ മക്കൾ നിങ്ങളുടെ തലകിരി നിരങ്ങും. കുടുംബത്തിൻ്റെ അവസാന ഭാഗം അപ്പനാകണം. അവസാന ഭാഗം പറയാനുള്ള ജീവിതമില്ലാത്ത അപ്പനാണോ? അമ്മയാകണം. അമ്മ ഹൃദയം പോലെ കൂടെ നിന്ന് സ്നേഹിക്കണം. അപ്പൻ നല്ല അവസാന വാക്ക് പറയുന്ന ആളായിരിക്കണം. ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ അച്ചു, എൻ്റെ ഭാര്യ എന്തെല്ലാം പറഞ്ഞാലും അവസാന വാക്ക് എൻ്റേതാണ്. ഞാൻ എന്തെല്ലാം പറയുന്നത്? ഫ്രിഡ്ജ് മേടിക്കണം, പുതിയ വണ്ടി മേടിക്കണം, ഒരു മുറി പണിയണം, ഒരു AC ഇടണം, ഇതൊക്കെ അവൾ പറയും. പക്ഷെ അവസാന വാക്ക് എൻ്റെ. അതെന്താ? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനങ്ങ് പറയും. അതോടെ കുടുംബത്തിൽ പ്രശ്നവുമില്ല. ഇപ്പം വിധേയത്വം. 5 വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോൾ അവൾക്ക് പല കുറവുകളുണ്ട്. കുറവുകളുള്ള ഭാര്യയെ ഭർത്താവ് കൂടെ നിന്ന് വീണ്ടെടുക്കണം. ഭർത്താവിന് പല കുറവുമുണ്ട്, ഭാര്യ കൂടെ നിന്ന് വീണ്ടെടുക്കണം. നമുക്കറിയാം, ആണുങ്ങൾക്ക് പ്രാർത്ഥന കുറവാണെങ്കിൽ സ്ത്രീ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മേഖലയിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വീണ്ടെടുക്കണം. ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് ഒരു ഭാര്യ പരിഹരിക്കണം. അതാണ് വീണ്ടെടുപ്പ്. പെണ്ണുങ്ങൾക്ക് മനക്കെട്ടി കുറവ്, ആണുങ്ങൾക്ക് മനക്കെട്ടി കൂടുതൽ. അപ്പോൾ മനക്കെട്ടില്ലാത്ത ഭാര്യയെ ഭർത്താവ് മാനസിക ബലം കൊടുത്ത് അവളെ വീണ്ടെടുക്കണം. സൃഷ്ടിയിൽ അങ്ങനെയാണല്ലോ. തൊലിക്കെട്ടി വരെ വ്യത്യാസമല്ലേ. ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാലോ കാപ്പിക്കമ്പാലോ പിടിച്ച പോലെ, പാറപ്പുറം പോലെ നല്ല കട്ടി. പക്ഷെ പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡ് പിടിച്ചതുപോലെ, ബണ്ണ പിടിക്കുന്ന പോലെ ഒരു നല്ല മയം. അതുകൊണ്ടാണ് കൊച്ചു പിള്ളേർ കരയുമ്പോൾ അപ്പനെടുത്തോ കൊച്ചു പൂർവാധിശയുടെ കാറാൻ തുടങ്ങും, മൽക്കുറ്റിയെ മുട്ടിയ പോലെ, സർവകല്ലിൽ തട്ടിയ പോലെ. അമ്മ എടുക്കുമ്പോഴേ കരച്ചിൽ നിന്നും ഡ്യൂറോഫ്ലക്സ് ഡള്ളപ്പത്തിയിട്ട് മുട്ടിയ പോലെ ഈ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരാളുടെ കുറവ് മറ്റേയാൾ പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ഈ ചിന്തകൾ നമുക്ക് പ്രകാശം തരട്ടെ. ലളിതമധുരമായി ജീവിതം നയിക്കാം, ആനന്ദിക്കാം, വിവാഹം ആഘോഷമാക്കാം, കുടുംബം സെലിബ്രേഷനാക്കാം. ഒരു ജീവിതമേ ഉള്ളൂ. നിരാശപ്പെട്ട് കഴിയാതെ ആഹ്ലാദിക്കുന്ന ആനന്ദിക ജീവിതമായി ഏതവസ്ഥയിലും നമുക്ക് മാറ്റാൻ കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി.